Hi, praise God. Wonderful. നിങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വന്ദനം ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. വിമൽ പോൾ, അനിൽ ആൻ്റണി, സഹോദരന്മാരെ നീമ, ബിനു, അനിൽകുമാർ, ജോമറ്റ്, താങ്ക് യു ഫോർ ജോയിനിങ്. നമ്മളിന്ന് ഒരു ജനറലായിട്ടുള്ളൊരു പഠനമാണ് ഈ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് കൊണ്ടുവരാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തക പഠനമാണ്. വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ് നമ്മൾ ഇനിയും പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ വിഷയം ഒരു ജനറലായിട്ടുള്ളൊരു ഐഡിയ ആണ്. കാരണം ഇനി നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്ന യാത്ര, വെളിപ്പാട് പുസ്തകത്തിലെ പഠനമെന്ന് പറയുന്നത് കുറച്ച് സങ്കീർണമായ പഠനമാണ്. 11 മുതൽ അങ്ങോട്ടുള്ള അധ്യായങ്ങൾ. അപ്പോൾ ഞാൻ അതിനൊരു ചെറിയ ഗ്യാപ്പ് ഇന്ന് തരികയാണ്. നാളെ മുതൽ നമ്മൾ വെളിപ്പാടിനെ 11 മുതൽ പഠിക്കാനായിട്ട് ആരംഭിക്കാം. സങ്കീർണമായ പഠനമായതുകൊണ്ട് കുറച്ച് നേരം അതിനെ റിസർച്ച് ചെയ്യാനും പഠിക്കാനും സമയം കണ്ടെത്തേണ്ടതുകൊണ്ടാണ് ഇന്നെന്തായാലും ഒരു ജനറൽ ചിന്ത ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക് നൽകാനാണ് ഞാൻ കർത്താവിൽ ആശിക്കുന്നത്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആശിക്കുന്ന വിഷയം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും ദൈവം സൃഷ്ടിക്കുന്നു. പാഴായും ശൂന്യമായിട്ടിരുന്ന ഭൂമിയെ വീണ്ടും വാസയോഗ്യമാക്കി മാറ്റുന്നു. ആ ഭൂമിയിൽ ദൈവം തൻ്റെ ഛായയിലും തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ നിർമ്മിക്കുന്നു, സൃഷ്ടിക്കുന്നു. അതിലവനെ പാർക്കുവാനായിട്ട് അധികാരത്തോടെ ആക്കുന്നു. നമ്മൾ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവത്തിൻ്റെ പർപ്പസ്, ദൈവത്തിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള നിത്യമായ പദ്ധതി വെളിപ്പാട് പുസ്തകത്തിൽ നിവർത്തിക്കപ്പെട്ടോ? നമ്മളിതാണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ അതായത് വേദപുസ്തകത്തിൻ്റെ ആരംഭ പുസ്തകമായ ഉൽപ്പത്തിയിൽ ദൈവം ആഗ്രഹിച്ചാരംഭിച്ച ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിന് വെളിപ്പാട് പുസ്തകത്തിൽ പൂർത്തീകരിക്കാൻ പറ്റിയോ? ഇതാണ് നമ്മുടെ ചിന്ത. അങ്ങനെ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് ദൈവിക പദ്ധതി ഭൂമിയിൽ സൃഷ്ടിച്ച് ആക്കിയ ദൈവം ആ ഒരു പദ്ധതിയെ മനുഷ്യന് വേണ്ടി ആവിഷ്കരിച്ച് അതിനെക്കുറിച്ച് ആണ് ബാക്കി മുഴുവൻ നമ്മൾ വേദപുസ്തക സ്ക്രിപ്ചേഴ്സിൽ മൊത്തം ഇത് കാണുന്നത്. ആ പദ്ധതി വെളിപ്പാട് പുസ്തകത്തിൽ പൂർണ്ണമായോ? അതോ നമ്മുടെ നാട്ടിൽ ചൊല്ലുപോലെ അന്തിയോളം വെള്ളം കോരിയിട്ട് അവസാനം കൊണ്ടുവന്ന് കുട ഉടച്ച് കളഞ്ഞു? നമ്മുടെ ഒരുപാട് പഠനങ്ങളിൽ നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ചില നേർരേഖകൾ പരിശോധിച്ചാൽ എവിടെയൊക്കെയോ കുറച്ച് ക്രമക്കേടുകൾ കാണാൻ പറ്റും. അതായത് ദൈവത്തിൻ്റെ പദ്ധതികൾ എവിടെയൊക്കെയോ കൈമോശം വന്നതായിട്ടും പിന്നെ അങ്ങോട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ദൈവം പോകുന്നതായിട്ടുമാണ് നമ്മൾ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് പഠനങ്ങളിൽ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. കാരണം ഇത് വേദപുസ്തകത്തിൻ്റെ ആകെത്തുകയായി നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. ഉൽപ്പത്തിയിലെ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പാട് പുസ്തകത്തിൽ പൂർണ്ണമായോ? അല്ലെങ്കിൽ അങ്ങനെ പൂർണ്ണമായില്ലെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തിന് എന്ത് ആധികാരികത എന്നൊരാൾ ചോദിച്ചാൽ കഥയില്ലാത്തൊരു പുസ്തകമായിട്ട് വേദപുസ്തകം മാറുകയാണ്. കാരണം ഈ പദ്ധതി ദൈവം ആരംഭിച്ചിട്ട്, അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടി, അവനെക്കുറിച്ചുള്ള പേർപ്പസ്, ആ പേർപ്പസ് പൂർണ്ണമായില്ലെങ്കിൽ ഈ വിശുദ്ധ ബൈബിൾ പൂർണ്ണമാകാത്ത ഒരു പുസ്തകമായി ഏതൊരു കഥയ്ക്കും ഏതൊരു കാര്യത്തിനും ഒരു അന്ത്യമുണ്ട്. ആ അന്ത്യം കൃത്യമായിരിക്കും. നമുക്കറിയാം, ഒരു ഡ്രാമ എടുത്താലും, ഒരു കഥ എടുത്താലും, ഒരു നോവൽ വായിച്ചാലും, ഒരു സിനിമ എടുത്താലും
ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു കലാരൂപം നമ്മൾ കൊണ്ടുവന്നാലും അതിൻ്റെ ആരംഭം ശാന്തമായിട്ട് തുടങ്ങും, പിന്നെ അതിനകത്ത് കുറച്ച് സംഘർഷമായ പ്രശ്നങ്ങളുണ്ടാകും. ഒടുവിൽ എങ്ങനായാലും ഒരു ഗ്ലോറിയസ് എൻഡാണ് നമ്മൾ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും കാണുന്ന ഒരു ഗ്ലോറിയസ് എൻഡാണ്. പക്ഷെ വിശുദ്ധ ബൈബിളിലെ നമ്മുടെ നിലവിലുള്ള പഠനങ്ങൾ, അതായത് അന്ത്യകാല ശാസ്ത്രം, അന്ത്യകാല വേദശാസ്ത്രം ബൈബിളിൻ്റെ എൻഡ് പറയുമ്പോൾ അതൊരു ഗ്ലോറിയസ് എൻഡായിട്ടല്ല, അതൊരു ഭയാനകമായ അവസാനമായിട്ടാണ് നമ്മളെല്ലായിടത്തും കാണുന്നത്. ഭയാനകമായ ഒരു അവസാനം. എല്ലാ കഥകളും അവസാനിക്കേണ്ടത് തുടക്കത്തിൻ്റെ ആ പർപ്പസ് നിവൃത്തിയാകുന്നതിലായിരിക്കണം. എന്നാൽ ഞാൻ എന്തുകൊണ്ടൊരു ഫ്യൂച്ചറിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ നിലവിലുള്ള അന്ത്യകാല ശാസ്ത്രത്തെ വിശ്വസിക്കുന്നില്ല, അതിനൊരു കാരണമുണ്ട്. അതിലൊരു കാരണം, ആ എൻഡ് ടൈം എന്ന് പറയുന്നത്, നിലവിലുള്ള എൻഡ് ടൈമും ദൈവത്തിൻ്റെ ആരംഭവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ല. കൂർക്കയും ആട്ടുംപുഴുക്കയും പോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബന്ധവുമില്ല, ചേരാതിരിക്കുക. കാണുമ്പോൾ ഏകദേശമൊക്കെ തുല്യമായിട്ട് തോന്നുന്നു, ഒരു ബന്ധവുമില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് നിലവിലുള്ള അന്ത്യകാല ശാസ്ത്രത്തെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത്. ഇനി യഥാർത്ഥമായിട്ട് വിശുദ്ധ ബൈബിളിൽ പഠിക്കുമ്പോൾ, അല്ലാതെ ബൈബിളിൻ്റെ ആദിയോടന്തം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തിയിലെ ദൈവപദ്ധതി വെളിപ്പാടിൽ നിവൃത്തിയായോ എന്നത് നാം പഠിക്കണം. പഠിച്ച് അങ്ങനെ സംഭവിച്ചാൽ, അതായത് ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആരംഭം വെളിപ്പാട് പുസ്തകത്തിൽ പൂർണ്ണമായി എങ്കിൽ, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ ട്രൂ റിയാലിറ്റി വെളിപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവിക പർപ്പസ് വെളിപ്പെട്ടെങ്കിൽ, നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ കുറച്ചും കൂടെ പഠിക്കാനായിട്ട് നാം സമയമെടുക്കേണ്ടി വരും. കാരണം അതിനകത്തൊരു അർത്ഥമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ വിഷയം നമ്മൾ പഠിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ ഇനിയുള്ള രണ്ടാമതൊരു വരവിൻ്റെ ആവശ്യം എന്താണെന്നാണ്. അത് നമ്മൾ പഠിക്കണം. അതും ദൈവപദ്ധതിയുമായിട്ടാണ് എന്ത് ബന്ധം? ഇനി യേശുവിന് ഇനി ഒന്നും കൂടെ ഒരു വരവിൻ്റെ ആവശ്യമുണ്ടോ? ആ ആവശ്യം എന്തിൻ്റെ ആവശ്യത്തിനാണ്? അതായത് മനുഷ്യ സൃഷ്ടിയിൽ ഭൂമിയിൽ വാഴട്ടെ, അവർ ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ഭൂമിയിൽ സഞ്ചരിക്കുന്ന സകല ജന്തുക്കളെയും വാഴട്ടെ, ഭൂമിയെ അടക്കി വാഴട്ടെ എന്ന ദൈവത്തിൻ്റെ നിത്യമായ മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി സൃഷ്ടിയിൽ തന്നെ വെളിപ്പെട്ടു. ആ പദ്ധതിക്കകത്ത് ഒരിക്കലും നമുക്ക് ചേരാൻ പറ്റാത്ത പല കാര്യങ്ങളാണ്. മധ്യാകാശത്ത് കുറച്ചാൾ വാഴാൻ പോകുന്നു, പിന്നെ തിരിച്ചിറങ്ങി വരാൻ പോകുന്നു, പിന്നെ ഇവിടെ വന്നിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇതെല്ലാം ഈ പദ്ധതിയുമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റില്ല. അപ്പം ദൈവം എന്തുദ്ദേശത്തിന് ഭൂമിയെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതിൻ്റെ അർത്ഥം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടെത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഈ പുസ്തകം എൻഡില്ലാത്തൊരു പുസ്തകമായിട്ട് നമ്മുടെ ബൈബിൾ കിടക്കുക. അതായത് കഥയില്ലാത്ത ഒരു പുസ്തകം. കഥ തുടക്കത്തിലുണ്ടായിരുന്നു, പക്ഷേ അവസാനം മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട്, പിശാച് വന്നതുകൊണ്ട് ദമ്പുരാൻ പദ്ധതിയെല്ലാം മാറ്റി. ഇനി പോകുന്ന വഴി പൊയ്ക്കോട്ടെ, എവിടെങ്കിലും കൊണ്ടങ്ങ് തീർക്കാം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, പോകുന്നത് പോലെ അടിച്ച വഴി പോകുന്നില്ലെങ്കിൽ പോകുന്ന വഴി അങ്ങ് അടിക്കാം എന്ന നിലയിലേക്ക് നമ്മൾ വിശുദ്ധ ബൈബിളിനെ കൊണ്ടുപോകരുത്. അങ്ങനെയല്ല കർത്താവ് അവിടുത്തെ തിരുവെഴുത്തുകളെ മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പ്രാവശ്യമോടെ ഞാൻ പറയാം, വിശുദ്ധ ബൈബിൾ ഒരു കുടുംബ പുസ്തകമാണ്. അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആദ്യത്തെ വാക്യമാണ്. ബെറേഷിത്ത് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആദ്യത്തെ പദം. സോ ബെറേഷിത്ത് എന്ന പദത്തിൻ്റെ തുടക്കം ബെയ്ത്തിലാണ്. ബെയ്ത്ത് എന്നാൽ ഭവനം എന്നാണ്. അതിനകത്ത് സത്യത്തിൽ ആ ബെറിഷത്ത് എന്നുള്ള ബെറിത്ത് എന്ന വാക്ക്, ആദ്യത്തെ ആ വാക്ക് എടുക്കുമ്പോഴേ, 3 അക്ഷരം എടുക്കുമ്പോഴേ ആദ്യത്തെ വാക്ക് ഭവനമാണ്. രണ്ടാമത്തെ വാക്ക് കൂടെ, അതായത് രണ്ടാമത്തെ അക്ഷരം കൂടെ ആകുമ്പോൾ ബെയ്ത്ത് ബെറെന്നാവും. ബെറെന്നത് പറഞ്ഞാൽ പുത്രൻ എന്നാണ്. ബെറിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എന്നാകും. അതായത് ആ ഒരു ആദ്യത്തെ വാക്ക്, ആദിയിൽ എന്ന് നമ്മൾ കാണുന്ന വാക്യത്തിൻ്റെ എബ്രായ വാക്കിൽ ആദ്യത്തെ അക്ഷരം, നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയും ആയിൽ ആരംഭിച്ച് ആമേനിൽ അവസാനിക്കുന്ന പുസ്തകം എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനല്ല.
ബൈബിളിലെ ആദ്യത്തെ അക്ഷരം ഒരിക്കലും ആലേഫ് അല്ല, ബെയ്ത്തിലാ തുടങ്ങി, രണ്ടാമത്തെ അക്ഷരത്തിൽ. അതിന് എബ്രായന് ഒരു മറുപടിയുണ്ട്. എബ്രായരോട് ചോദിച്ചാൽ അവർ പറയും എന്തുകൊണ്ട് തിരുവെഴുത്ത് രണ്ടാമത്തെ അക്ഷരത്തിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അവർ പറയും ഒന്നാമത്തെ അക്ഷരം യഹോവയുടേതാണ്. ആലഫ് എന്ന് പറഞ്ഞാൽ തല, ഹെഡ്. അത് ഒരു വവും രണ്ട് യോതും ചേരുന്നതാണ്. ഒരു വവും രണ്ട് യോതും എന്ന് പറഞ്ഞാൽ ഹാലേഫ് എന്ന അക്ഷരം ഉണ്ടാക്കണമെങ്കിൽ രണ്ട് വവും വേണം, ഒരു യോതും വേണം. അപ്പോൾ രണ്ട് വവും ഒരു യോതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവിൻ്റെ അക്ഷരത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 യോതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 10. അപ്പോൾ രണ്ട് യോതും കൂടെ ചേരുമ്പോഴത്തേന് 10 10 20 ആവും. ഒരു വവും കൂടെ ചേരുമ്പോഴത്തേന് 26 ആവും. അപ്പം എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ബെയ്ത്തിൽ ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും ഈ തിരുവെഴുത്തിന് മുമ്പ് ദൈവമുണ്ട് എന്ന് തെളിയിക്കാനാണ്. അതായത് ദൈവം പുസ്തകത്തിൻ്റെ അകത്തല്ല, മറിച്ച് ദൈവം പുസ്തകത്തിൻ്റെ പുറത്താണെന്ന് യഹൂദൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആലേഫ് എന്ന അക്ഷരം, ആ ആലേഫ് എന്ന അക്ഷരത്തിൻ്റെ സ്പ്ലിറ്റ് ചെയ്താൽ രണ്ട് യോതും ഒരു വവുമാണ്. രണ്ട് യോതിന് 10 10 20 ന്യൂമറിക്കൽ വാല്യൂ, വാവുവിന് 6, അങ്ങനെ 20 6 26. അപ്പം നമ്മൾ ആലേഫ് എന്ന അക്ഷരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ, അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് 26 എന്ന ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. വാസ്തവത്തിൽ അത് ഒന്നാണ് കേട്ടോ. എന്തുകൊണ്ട് 26 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ. ബൈബിളിലെ നമ്മുടെ ദൈവത്തിൻ്റെ നാമം യഹോവേ, നമ്മുടെ മലയാളത്തിൽ യഹോവ എന്ന് പറയും, ഇംഗ്ലീഷുകാരൻ യാഹ്വേ എന്ന് പറയും. ഒറിജിനലി യഹ്വേ എന്നാണ്. യഹ്വേ എന്ന വാക്കിൻ്റെ അർത്ഥം ഹി എക്സിസ്റ്റ് എന്നാണ്. അപ്പോൾ ആ ഹി എക്സിസ്റ്റ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അല്ലെങ്കിൽ യൂത് ഹേ വാവ് ഹേ എന്ന് പറയുന്ന ഈ അക്ഷരത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 26. യൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, ഹേ എന്ന് പറഞ്ഞാൽ 5, വാവ് എന്ന് പറഞ്ഞാൽ 10, ഹേ എന്ന് പറഞ്ഞാൽ 5. യൂത് ഹേ വാവ് ഹേ എന്ന് പറഞ്ഞാൽ 26 ആണ് ന്യൂമറിക്കൽ വാല്യൂ. അതുകൊണ്ടാണ് യെറുശലേം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ ആ ദൈവാലയത്തിൻ്റെ പ്രോപ്പർട്ടി, അത് അവരുടെ ഏരിയ എന്ന് പറയുന്നത് 26 ഏക്കറാണ്. 26 ഏക്കേഴ്സ് ഓഫ് ലാൻഡാണ്. കാരണം യഹോവ അവിടുത്തെ നാമം സ്ഥാപിക്കുന്ന ഇടമെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പം ദൈവം തൻ്റെ നാമത്തെ സ്ഥാപിച്ച സ്ഥലത്തെയാണ് യെറുശലേം എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഇത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂവിനനുസരിച്ചാണ് യെറുശലേമിൻ്റെ പ്രോപ്പർട്ടിയുടെ വിസ്താരം ഏരിയ കണക്കാക്കുന്നത്. അപ്പം അവിടെ ആ നാമം ഇരിക്കുന്നത്, ആ വാല്യൂ ഇരിക്കുന്നത് അവിടുത്തെ ആ ഏരിയയിലും ആ നാമം സ്ഥാപിച്ച സ്ഥലം യഹോവയുടെ നാമത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂവുമായിട്ട് ബന്ധപ്പെട്ട 26. അപ്പോൾ 26 എന്ന യഹോവയുടെ നാമമാണ് ആദ്യം. അതുകൊണ്ടാണ് ആലേഫ് ആദ്യം കൊടുത്തത്. ബെയ്ത്ത് തുടങ്ങുക. അപ്പോൾ വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത് ബെയ്ത്തിലാണ് ആരംഭിക്കുന്നത്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിൻ്റെ ആകെ തുക എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു മതപുസ്തകമല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇത് ഒരു കുടുംബത്തിൻ്റെ പുസ്തകമാണ്. ഇതൊരു കുടുംബത്തിൻ്റെ കഥ പറയുന്ന പുസ്തകമാണ്. ഇതിൻ്റെ തുടക്കവും ഒരു കുടുംബമാണ്, ഇതിൻ്റെ ഒടുക്കവും ഒരു കുടുംബമാണ്. ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണുന്ന കുടുംബത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന 3 ആളത്വങ്ങൾ, വ്യക്തിത്വങ്ങൾ, പേഴ്സൺസ് ഒരുമിക്കുന്ന ട്രിനിറ്റി എന്ന കുടുംബമാണ് ഈ തിരുവെഴുത്തിൻ്റെ തുടക്കമെങ്കിൽ അതിന് നമ്മൾ വ്യക്തമായിട്ട് ഉൽപ്പത്തി ആരംഭത്തിൽ തന്നെ ഉണ്ട്. ലോഹീം, ദൈവങ്ങൾ, ഗോഡ്സ് എന്നാണ്. അവിടെ ദൈവത്തെ ന്യൂമറിക്കലി പറഞ്ഞേക്കുന്നത് അത് ഇൻ്റഗ്രേറ്റഡ് ഫോമിലാണത് സംസാരിച്ചിരിക്കുന്നത്. എലോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിളാണ്, ഗോഡ് എന്ന അർത്ഥത്തിലാണ്. അതിലാണ് ഈ അള്ള എന്ന വാക്ക് വന്നത്. എലോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് അതിൻ്റെ അറബിക്ക് ഫോം അള്ള, അതായത് ഏക ദൈവം എന്നുള്ളത്. എലോഹിം എന്ന് പറഞ്ഞാൽ ബഹുദൈവം എന്നർത്ഥമല്ല, ഇൻ്റഗ്രേറ്റഡ് ഫോം ഓഫ് ഗോഡാണ്. അപ്പോൾ അവിടെയാണ് ദൈവത്തെ നമ്മൾ കാണുന്നത്. ആദ്യം ഫാദറിനെ നമ്മൾ ഗോഡ് എലോഹിം കാണുന്നു. തൊട്ട് താഴെ നമ്മൾ ഹോളി ഗോസ്റ്റിനെ ഹ ഖദോഷ്, ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹായെ കാണുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ ഈ ക്രിയേഷനിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത്. അതിങ്ങനെയാണ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. നമ്മുടെ ബൈബിളിൽ വെളിച്ചമുണ്ടാകട്ടെ, മലയാളത്തിൽ എഴുതിയേക്കുന്നത് വെളിച്ചമുണ്ടാകട്ടെ, ഇംഗ്ലീഷിൽ ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്നാണ്. എന്നാൽ ഞാൻ ആ എബ്രായ ഈ അധ്യായത്തിൻ്റെ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഹീബ്രുവിൻ്റെ ഒറിജിനൽ, അതായത് ഏൻഷ്യൻ്റ് ഹീബ്രുവിൻ്റെ അക്ഷരത്തിൻ്റെ അതിനകത്തുള്ള കെമിസ്ട്രി
ലാംഗ്വേജ് പോലെയാണ് നമ്മുടെ എബ്രായ ലാംഗ്വേജ്. അതിൻ്റെ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്നല്ല ദൈവം പറഞ്ഞത്. നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയ ആക്ച്വലി കൊടുത്തേക്കുന്നത് ലെറ്റ് ഹിം ബി ലൈറ്റ് എന്നാണ്. അതിന് ഹീബ്രുവിൽ ഹയ ഊർ എന്നാണ്. ഹയ ഊർ. ഹയ എന്ന വാക്കിൻ്റെ അർത്ഥം ലെറ്റ് ഹിം ബി എന്നാണ്. അവനായിത്തീരട്ടെ എന്നാണ്. അതായത് വെളിച്ചം ഉണ്ടായി വരട്ടെ എന്നല്ല പറഞ്ഞത്, അവൻ ആയിത്തീരട്ടെ എന്ന് പറഞ്ഞാൽ അവൻ വെളിച്ചമാകട്ടെ എന്നാണ്. അതായത് ലെറ്റ് ഹിം ബി ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവൻ വെളിച്ചമാകട്ടെ. ഇതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്: അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. സോ ഹി വാസ് ദ ലൈറ്റ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ആരംഭം മുതൽ സത്യ വെളിച്ചം ഭൂലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കാണുന്ന ഈ നാച്ചുറൽ ലൈറ്റ് ഉണ്ടാകുന്നതിന് മുൻപ് വിശുദ്ധ ബൈബിളിൽ ദൈവപുത്രനെ വെളിച്ചമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലെറ്റ് ഹിം ബി ലൈറ്റ്, ഹയാവൂർ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ പരിശുദ്ധ തൃത്വത്തിൻ്റെ നടനമാണ് നമ്മൾ ഉൽപ്പത്തിയിൽ ആരംഭത്തിൽ കാണുന്നത്. നിങ്ങളിത് മനസ്സിൽ വെക്കണം. അതായത് ദൈവം എന്ന കോൺസെപ്റ്റ് ഏതോ ഒരു മലയുടെ മുകളിൽ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോൾ എന്നെ ആരാധിക്കാൻ കുറച്ച് മനുഷ്യരെ നമുക്ക് സൃഷ്ടിക്കാം എന്ന് വെച്ചുകൊണ്ട് ആരാധിക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന വിഡ്ഢിത്ത തിയോളജി, അതിനെ വിഡ്ഢി തിയോളജി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയല്ല. കാരണം ഒരു അപ്പനും മക്കളെ ജനിപ്പിക്കുന്നത് അപ്പനെ ആരാധിക്കാൻ വേണ്ടിയല്ല. ആരാധന എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാണ്. അത് വലിയ അർത്ഥമാണ്. ആരാധനയ്ക്ക് നമ്മുടെ കോമൺ ജനം കൊടുക്കുന്ന ചിന്തയല്ല. ആളുകൾ പറയും കൈയടിച്ച് നമുക്ക് ആരാധിക്കാം, കരമുയർത്തി ആരാധിക്കാം, സ്തോത്രം ചെയ്ത് ആരാധിക്കാം എന്നൊക്കെ ഒത്തിരി പദപ്രയോഗങ്ങൾ. ഇതൊന്നും റിയൽ അല്ല. അതൊന്നും റിയൽ അല്ല. ഇതൊക്കെ എല്ലാ മതങ്ങളിലും കൈയടിയുണ്ട്, എല്ലാ മതങ്ങളിലും കരമുയർത്തുന്നുണ്ട്, എല്ലാ മരങ്ങളിലും ശബ്ദം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞത് സത്യനമസ്കാരികൾ. അതിൻ്റെ അർത്ഥം എന്താ? അസത്യ നമസ്കാരികൾ ഒത്തിരി ഉണ്ടെന്ന. അസത്യ ആരാധനക്കാർ ഒത്തിരി ഉള്ളത് കൊണ്ടാണ് ക്രൈസ്റ്റ് പറഞ്ഞത് സത്യാരാധകർ പിതാവിനെ എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തെ എന്നല്ല, പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. അപ്പം പിതാവിനെയാണ് ആരാധിക്കേണ്ടത്. അപ്പം ദൈവാരാധനയിൽ നിന്ന് പിതാവിനെ ആരാധിക്കുന്നതിലേക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തു ആരാധനയുടെ മോഡ് മാറ്റിക്കൊണ്ടുവന്നു. അതൊരു വലിയ വിഷയമാണ്. നമുക്കത് പിന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ പോവുക. ഇവിടെ ദൈവം തൻ്റെ പുത്രനും പരിശുദ്ധ റൂഹായും കൂടെ ഉള്ള ഒരുമ, ആ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിത്യമായ ജോയുടെ റിസൾട്ടായിട്ടാണ് നമ്മൾ ക്രിയേഷനെ കാണുന്നത്, സൃഷ്ടിയെ കാണുന്നത്. നമ്മൾ ഇത് പഠിക്കാനുള്ളൊരു കാരണമുണ്ട്. മോസസ് ഈ റെവലേഷൻ എഴുതുമ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം. മോസസ് ഈ പുസ്തകം എഴുതുമ്പോൾ ആ കാലഘട്ടത്തിൽ, അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ താൻ ആയിരുന്ന മിസ്രീം എന്ന് പറയുന്നത് അന്നത്തെ ആധുനികമാണ്, അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്ഡ് നേഷൻ ആയിരുന്നു. അന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംസ്കാരങ്ങളും എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, മറ്റനേക സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരം ഗിൽഖമേഷ് എന്ന് പറയുന്ന ഒരു സംസ്കാരം, ഒരുപാട് സംസ്കാരങ്ങളുടെ അറിവുകളും ജ്ഞാനങ്ങളും ഫിലോസഫിയും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ മോസസ് ഈ തിരുവെഴുത്ത് എഴുതുന്നത്. അതായത് താന് സൃഷ്ടിയുടെ വിഷയം എഴുതുമ്പോൾ താൻ എഴുതുന്നതിന് മുമ്പ് ലോകത്ത് അനേക സൃഷ്ടികളുടെ കഥകൾ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ മനസ്സിൽ മറന്നുപോകരുത്. താന് സൃഷ്ടിയുടെ കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ സൃഷ്ടിയുടെ വിവരം എഴുതുമ്പോൾ താൻ ആദ്യമായിട്ട് അങ്ങനെ എഴുതുകയല്ല. അതുപോലെയുള്ള ധാരാളം കഥകൾ നിലവിലുണ്ടായിരുന്നു. അവിടുത്തെ കഥകളുടെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നു കുറേ പുസ്തകങ്ങളുണ്ട്, ഞാനത് മറന്നുപോയി. ആ പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെയാണ് സത്യത്തിൽ പറഞ്ഞേക്കുന്നത്. ദേവന്മാർ തമ്മിലുള്ള, ഞാൻ ആ പുസ്തകത്തിൻ്റെ പേരുകൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി ഒന്ന് പറയാം. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യണേ. അതായത് എനുമ എലിസ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. എനുമ എലിസ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നെങ്കിൽ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ PDF ഫോർമാറ്റിൽ നമുക്ക് ഗൂഗിൾ അവൈലബിൾ ആണ്. എനുമ എലിസ എന്നൊരു പുസ്തകമുണ്ട്. അടുത്ത പുസ്തകത്തിൻ്റെ പേര് ദ എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്നാണ്. ഞാനിത് പറയുന്നത്, നമ്മൾ ഈ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ പൊട്ടക്കുളത്തിൽ തവളയുടെ കൂട്ടിയിരിക്കാതെ കുറച്ചും കൂടെ ആധികാരികമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇത് സംസാരിക്കുന്നു. അപ്പം എനുമ, ENUMA
NUMIS എനുമ എലിസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പേര് ദ എപ്പിക് ഓഫ് ഗിൽഗമേഷ്. എപ്പിക് ഓഫ് ഗിൽഗമേഷ്. ഈ രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. മോസസ് വെളിപ്പെടുത്തിയ, അതായത് മോശ എഴുതിയ സൃഷ്ടിയുടെ ആ വിവരണങ്ങളെ അദ്ദേഹത്തിൻ്റെ കാലത്ത്, മോസസ് മിസ്രൈമിലെ സകല ജ്ഞാനവും പഠിക്കുന്ന കാലത്ത് തൻ്റെ പഠനത്തിലുണ്ടായിരുന്നതായിരുന്നു ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷും എനുമ എലിസും എന്ന് പറഞ്ഞാൽ. ഇത് ആ മെസപ്പൊത്തോമിയ മുതൽ അന്നത്തെ ആ പുരാതന കാലത്തുണ്ടായിരുന്ന ദേവന്മാരുടെ ഇടയിലെ കഥകളാണ്, സൃഷ്ടിയുടെ കഥകളാണ്. അപ്പോൾ ഒരു ദേവൻ വേറൊരു ദേവനോടുകൂടെ യുദ്ധം ചെയ്ത് വഴക്കുണ്ടാക്കി ആ വഴക്കിൻ്റെ റിസൾട്ടിൻ്റെ ഒടുവിൽ ഒരു സൃഷ്ടി നടത്തും. ഇവിടെയാണ് നമ്മൾ വിശുദ്ധ ബൈബിളിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദേവന്മാർ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ റിസൾട്ടായിരുന്നു ഒരുപാട് സൃഷ്ടികൾ. അതായത് ഭൂമിയും സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കിയത് ദേവന്മാരുടെ യുദ്ധമായിരുന്നു. അപ്പോൾ ദേവന്മാർ യുദ്ധം ചെയ്തപ്പോൾ യുദ്ധത്തിൽ ജയിച്ച ദേവൻ, ആ ജയത്തിൻ്റെ റിസൾട്ടായിട്ടാണ് പല സൃഷ്ടികളും വെളിപ്പെട്ടു വന്നത്. കടൽ രണ്ടായി, അല്ലെ ഭൂമിയും കടലും സമുദ്രവും തമ്മിൽ വേർപിരിഞ്ഞു എന്ന് നമ്മൾ ബൈബിൾ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ മെസപ്പൊത്തോമിയ സംസ്കാരത്തിൽ, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ കരയും കടലും തമ്മിൽ വേർപിരിയാൻ കാരണം രണ്ട് ദേവന്മാർ തമ്മിലുള്ള, ഞാനിതിപ്പം ഇന്ന് നമ്മുടെ ചിന്തയിൽ ഇത് ഉണ്ടായത് കൊണ്ടല്ല, എനിക്കല്ലെങ്കിൽ ഇത് വായിച്ച് മെമ്മറി എൻ്റെ ഓർമ്മ വരുന്നില്ല, അവരുടെ പേരുകൾ വലിയ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് പേരുകൾ. ആ ദേവന്മാർ തമ്മിലുള്ള യുദ്ധത്തിലായിരുന്നു ഇത് ഡിവിഷൻസ് ഉണ്ടായത്. കടലും കരയും തമ്മിൽ വേർതിരിക്കുക, ഇരുളിനെയും വെളിച്ചത്തിൽ. ഇപ്പം നമ്മൾ ബൈബിൾ ഇത് സിമ്പിളായിട്ട് വായിക്കുന്നുണ്ട്. ഇത് ഇങ്ങനൊരു കഥകൾ, ഇതുപോലുള്ള കഥകൾ നിലവിലുണ്ടായിരുന്നു. ഈ കഥകൾ നിലവിലിരിക്കെയാണ് വിശുദ്ധ ബൈബിളിൽ മോശ അന്ന് നിലവിൽ നിന്ന മുഴുവൻ സംസ്കാരത്തെയും ലെജൻഡുകളെയും ഫിലോസഫിയെയും മുഴുവൻ അവരുടെ എനുമ എലിസും ഗിൽഗമേഷും ഒക്കെ നിലനിൽക്കുന്ന കാലത്ത് മോസസ് എഴുതുകയാണ്, ഇൻ ദ ബിഗിനിങ് എലോഹീം ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. അപ്പോൾ ഇവിടുത്തെ ചിത്രം അടിയുണ്ടാക്കി, യുദ്ധം ഉണ്ടാക്കി, കലഹം ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒടുവിൽ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കുന്ന ദേവീദേവന്മാരുടെ കഥകൾ വളരെ സുലഭമായി നിലനിൽക്കുന്ന ഒരു കാലത്ത് അത്യുന്നതനായ ദൈവം തൻ്റെ പ്രവാചകന് ഒരു വെളിപ്പാട് കൊടുക്കുകയാണ്. ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന ദേവന്മാർ ഉണ്ടാക്കിയതല്ല ഈ ഭൂമിയെന്നും, സ്നേഹമുള്ള പിതാവും അവിടുത്തെ പുത്രനും അവിടുത്തെ പരിശുദ്ധാത്മാവും കൂടെ ഒരുമിക്കുന്ന ആ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആ ബന്ധത്തിൻ്റെയും റിസൾട്ടാണ് ഈ കാണുന്ന പ്രപഞ്ചമെന്ന് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഓപ്പണിംഗ് പേജിൽ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് ആരംഭിക്കുന്നത് യുദ്ധത്തിലല്ല. അത് യുദ്ധത്തിൽ ആരംഭിക്കാത്തത് കൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഒടുക്കവും യുദ്ധത്തിൽ അവസാനിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ട് ഈ യുദ്ധം ചെയ്യുന്നു, ദൈവം വന്ന് ആന്റി ക്രൈസ്റ്റിനോട് പൊരുതുന്നു, മൂക്കിലെ ശ്വാസം കൊണ്ട് കത്തിക്കുന്നു, അർമഗദോൻ യുദ്ധം വരുന്നു. ഇതെല്ലാം എവിടുന്ന് വന്ന ചിന്ത എന്നറിയുമോ? ഇതേ ചിന്തകൾ തന്നെയാണ് ഇതര മതങ്ങളിലും ഇഷ്ടം പോലുള്ളത്. ഇവിടുത്തെ എല്ലാ മതങ്ങളെ പഠിച്ചു നോക്ക്. ഇപ്പം നിലവിലുള്ള ഹൈന്ദവ മതത്തെയൊക്കെ എടുത്താലും അതിനകത്ത് ഇഷ്ടം പോലെ യുദ്ധങ്ങളുടെ കഥയുണ്ട്. പുരാതന കഥകൾ വായിക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ ലഭിക്കാത്ത, ഇപ്പം നിലവിൽ ഒത്തിരി പോപ്പുലർ അല്ലാത്ത ഒരുപാട് കഥകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ എനുമ എലിസൊക്കെ വായിക്കണം. ഞാനത് ഒരു പകുതിയോളം വായിച്ചാണ്. അത് മൊത്തം യുദ്ധങ്ങളാണ്. ദേവന്മാർ കയറി ദേവിയെ യുദ്ധം ചെയ്യുന്നു, ദേവി ദേവനോട് യുദ്ധം ചെയ്യുന്നു, രണ്ട് ദേവന്മാർ അടി ഉണ്ടാക്കുന്നു, അവസാനം അടിച്ച് നാശിച്ച് ഒരു നാറാണക്കല്ല് വരുമ്പോൾ കാണാൻ ഒരു സൃഷ്ടി നടത്തും. അപ്പോൾ അടിപിടിച്ചാണ് സൃഷ്ടി ഉണ്ടാക്കുന്നത്. പക്ഷെ ബൈബിള് മാത്രം പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സഹിത്വത്തിൻ്റെയും ഒരുമയുടെയും ശ്രേഷ്ഠതയുടെയും ജോയുടെയും ഫ്ലോ ഓഫ് ലവിൻ്റെയും റിസൾട്ടായിട്ടാണ് ക്രിയേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ആരംഭം യുദ്ധമല്ല എങ്കിൽ അതിൻ്റെ ഒടുക്കവും യുദ്ധമല്ല എന്നതാണ് ഞാൻ തെളിയിക്കാൻ വരുന്നത്. അപ്പോൾ തുടങ്ങിയതൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ഞാൻ പറഞ്ഞില്ലേ, സൃഷ്ടി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഭാര്യയും ഭർത്താവും കൂടെ അടി കൂടുമ്പോഴല്ല കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭർത്താവ് കുടിച്ചിട്ട് ഒന്ന് ഭാര്യയുടെ മുതുകത്തിട്ട് 10 ഇടി കൊടുത്തു. ആ ഇടി കൊടുത്തതിൻ്റെ 10 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രസവിച്ചൊരു കുഞ്ഞിനെ. അങ്ങനല്ല. അവരുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ
ആ ഒരുമയുടെ നടുവിൽ, ആ ലൈഫിൻ്റെ യുണൈറ്റഡ്നെസ്, അവരുടെ ഒരുമയുടെയും ആ ഒന്നുചേരലിൻ്റെയും ഒക്കെ റിസൾട്ടുകളാണ് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും. സത്യത്തിൽ ഈ കുഞ്ഞുങ്ങൾക്കൊരു മീനിങ് ഉണ്ട്. അത് തെരുവിൽ ഭിക്ഷയാചിക്കുന്ന, മൂക്ക് വലിപ്പിച്ച് വസ്ത്രവും ധരിക്കാതെ, നമുക്കറിയാമല്ലോ, മുടി ചെയ്യാതെ തെരുവിൽ കിടന്നുറങ്ങുന്ന സാധുക്കളായ മക്കൾ കാണുമ്പോഴേ നമുക്ക് കരച്ചിൽ വരും. ആ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നത്, ആ കുഞ്ഞും ഈ മാതാപിതാക്കളെ തല്ലി അടിച്ച്, ചിലപ്പോൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, കൊച്ചിൻ്റെ മുതുകത്ത് ചണ്ടാനച്ഛൻ അച്ചു, പെണ്ണടിച്ചു, കാമുകന് വേണ്ടി കുഞ്ഞിനെ കൊന്നുള്ള ഈ വൃത്തികെട്ട ഈ ലോകത്ത് ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. ഓരോ കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കണം. ഓരോ കുഞ്ഞുങ്ങളും ഒരു കലഹത്തിൻ്റെ റിസൾട്ടല്ല. ഇതാദ്യം മനസ്സിലാക്കണം. ഒരു കുഞ്ഞും, ഈ ഭൂമിയിൽ പിറന്നു വീണ ഒരു കുഞ്ഞും, അതോ ഏത് മതത്തിൽപ്പെട്ടോട്ടെ, മനുഷ്യ കുഞ്ഞോ ഒരു കുഞ്ഞും ഒരു കലഹത്തിൻ്റെ റിസൾട്ട് അല്ല. ഓരോ കുഞ്ഞുങ്ങളും രണ്ടു പേർ തമ്മിലുള്ള ക്ലൈമാക്സ് ഓഫ് ജോയ്. ഞാനത് അങ്ങനെ ഈ പരസ്യമായിട്ട് ഇതിനകത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ക്ലൈമാക്സ് ഓഫ് ജോയ്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് ഓരോ കുഞ്ഞുങ്ങളും. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പരിപൂർണതയുടെയും റിസൾട്ടുകളാണ്. അവരാരും കലഹത്തിൻ്റെ റിസൾട്ടുകളല്ല, അവർ കുടുംബ വഴക്കിൻ്റെ റിസൾട്ടുകളല്ല, അവർ യുദ്ധത്തിൻ്റെ റിസൾട്ടുകളല്ല. അവർ ഏറ്റവും കൂടുതൽ ആനന്ദത്തിൻ്റെയും യോജിപ്പിൻ്റെയും യൂണിറ്റിയുടെയും സന്തോഷത്തിൻ്റെയും റിസൾട്ടുകളാണ്. നിങ്ങളുടെ വീട്ടിൽ വളരുന്ന മക്കളെ നോക്കി അവർ ആ മുഖം, ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്, ഇത് ജോയുടെ റിസൾട്ടാണ്, ആനന്ദത്തിൻ്റെ റിസൾട്ടാണ്. അപ്പം കുഞ്ഞുങ്ങളുടെ മീനിങ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ചൈൽഡ്? അപ്പം നിങ്ങളും ഞാനും ഒരു ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, എനിക്ക് പറയാൻ പരിമിതികളുണ്ട്, എങ്കിലും സന്തോഷത്തിൻ്റെ റിസൾട്ടാണ് ഓരോ മക്കളും. അത് തെരുവിൽ ഭിക്ഷയാചിക്കുന്ന കുഞ്ഞാണെങ്കിലും സ്വർണ്ണക്കരണ്ടിയിൽ അങ്ങ് നേരെ കൊട്ടാരത്തിലിരിക്കുന്ന കുഞ്ഞായാലും എല്ലാത്തിൻ്റെ റിസൾട്ട് ഒന്നാണ്. എല്ലാ കുഞ്ഞുങ്ങളുടെയും റിസൾട്ട് ഒന്നാണ്. അത് ലോകത്തിലെ ഒന്നാമത്തെ പണക്കാരൻ്റെ മൂത്ത മോള് ജനിപ്പിച്ച കുഞ്ഞാണെങ്കിലും, ഇനി താഴെ ഭിക്ഷക്കാരൻ, ആ ഭിക്ഷക്കാരന് ജനിച്ചു വീണ കുഞ്ഞാണെങ്കിലും എല്ലാത്തിൻ്റെ റിസൾട്ട് ഒന്നാണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നാണ്, അതിൻ്റെ ജോയ് ഒന്നാണ്, റിസൾട്ട് ഒന്നാണ്. ഇത് രണ്ടും ജോയിൽ മാത്രം ഉണ്ടാകുന്നതാണ്. അപ്പം മക്കൾ ആരും തന്നെ ആരുടെയോ യുദ്ധത്തിലുണ്ടാകുന്നതല്ല. അപ്പം ഈ കാണുന്ന ആകാശം, ഭൂമിയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ, ലോകത്ത് ഭൂമിയിലുള്ള സകല സസ്യജാലങ്ങൾ, മൃഗജാലങ്ങൾ, മനുഷ്യർ, ഇതൊക്കെ ഈ ക്രിയേഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. ക്രിയേഷൻ ദൈവത്തിൻ്റെ ട്രിനിറ്റിയുടെ, ട്രയൂണിറ്റിയുടെ ആനന്ദത്തിൻ്റെ റിസൾട്ടാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായിട്ടുള്ള ത്രിയേക ദൈവത്തിൻ്റെ, ഈ ദൈവത്തിൻ്റെ ജോയുടെ റിസൾട്ടാണ് ഈ കാണുന്ന ക്രിയേഷൻസ്. ഇവിടെ നമ്മുടെ ആളുകൾ പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് അവരുടെ ജീവിതം നശിപ്പിക്കുക. ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ആളുകൾ സ്വന്തം തന്ത ആരെന്നറിയാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുക അനാഥരെ പോലെ. ഞാൻ തുറന്നു പറയാം, ഞാൻ സേവിക്കുന്ന വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം പിതാവെന്ന, പുത്രനെന്ന, പരിശുദ്ധ റൂഹ എന്ന 3 വ്യക്തികൾ ചേരുന്ന സാരാംശത്തിൽ ഏകത്വമുള്ള സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ ആ ദൈവം ഒരു റിലേഷൻഷിപ്പാണ്. ഗോഡ് എന്ന് പറയുന്നത് ഒരു എലോൺലി പേഴ്സൺ അല്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ട്രിനിറ്റേറിയൻ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാറുള്ളത്, ഈ ഒന്നെന്ന് പറയുന്നത് എപ്പോഴും ലോൺലിയാണ്. ഒന്നെന്ന് പറയുന്നത് ലോൺലിയാണ്, ഒരാൾ ഒറ്റയ്ക്ക്. അതുകൊണ്ടാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം പറയാൻ കാരണം എന്താ? ഒറ്റയ്ക്കിരിക്കുന്നത് ലോൺലിനെസ് ആണ്. 2 വ്യക്തികൾ വന്നാൽ അവിടെ ഒപ്പോസിഷൻ ഉണ്ടാവും. 2 വ്യക്തികൾ ഓപ്പോസിറ്റാണ്. 2 വ്യക്തികൾ ഓപ്പോസിറ്റ്. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവിനെ അവരെ ദൈവം വീണ്ടും ഒന്നാക്കിയത്. ഇവർ രണ്ടായിട്ടിരുന്നാൽ ഒരു കുടുംബം എപ്പോഴും അഴക്കും ഭരണപക്ഷവും പ്രതിപക്ഷം പോലെ ഇരിക്കും. അപ്പം കുടുംബം ഒന്നാകാൻ കാരണം എന്താ? സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചിട്ട് അവരെ ദൈവം വീണ്ടും ഒന്നാക്കാൻ കാരണം ഈ ഒന്നായിരുന്നാലേ അതിനകത്ത് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അപ്പം ഒന്നായിരിക്കുന്ന ദൈവം ലോൺലി ആയിരിക്കും. ആ ദൈവം ഒരു മോൺസ്റ്ററാണ്. നമ്മൾ എവിടെയെങ്കിലും എൻ്റെ ദൈവം ഒറ്റ ദൈവമേ ഉള്ളൂ, ആ ഒരാളാണ് എന്ന് പറഞ്ഞാൽ ലോൺലിനെസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദൈവം ഏകനെന്ന് നമ്മൾ അർത്ഥമാക്കുന്നത് ഒറ്റയ്ക്കിരിക്കുന്നു എന്നല്ല. നമ്മുടെ ദൈവം ഏകൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻ്റഗ്രേറ്റഡ് എന്നാണ് എൻ്റെ അർത്ഥം. സോ എവിടെയോ ഒറ്റയ്ക്കിരിക്കുന്ന ദൈവം
ആ ആള് വലിയ മെനക്കേടാണ്, അങ്ങാര് ക്രൂരനായിരിക്കും, അങ്ങാര് ആരാധനയ്ക്ക് യോഗ്യനല്ല, അങ്ങാര് ഡിമാൻഡിൻ്റെ ദൈവമായിരിക്കും. സോ എവിടെയെങ്കിലും ഡിമാൻഡിനെ കുറിച്ച് പറയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഒറ്റയ്ക്കിരിക്കുന്ന ഏകാന്തനായ ദൈവമാണ്. ആ ദൈവം ഒരു മോൺസ്റ്റർ ആയിരിക്കും. ഈ നോബഡി, അദ്ദേഹം ഒരിക്കലും തന്നിഷ്ടക്കാരനും ഒരു ബന്ധത്തിൽ അധിഷ്ഠിതനുമല്ല. ആ ദൈവത്തെ സേവിക്കാൻ കൊള്ളില്ല. 2 പേരൊരുമിക്കുമ്പോൾ അവിടെ ഒപ്പോസിഷൻ ഉണ്ടാകുക. 3 പേരുണ്ടാക്കുമ്പോൾ ദർ ഇസ് എ ലോ ഇൻ 3 ഉണ്ട്. അതായത് ലോ ഓഫ് 3 എന്ന് പറയുന്ന ഒരു ഫിലോസഫി തന്നെ ലോകത്തുണ്ട്. 3 ചേരുമ്പോഴാണ് അത് റിലേഷൻ ആകുന്നത്. 3 അതുകൊണ്ടാണ് കുടുംബത്തിനകത്ത് എങ്ങനെ റിലേഷൻ ആകുന്നു, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന കുടുംബം. അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും, ഈ ഹസ്ബൻഡും വൈഫും മാത്രം ഒരുമിച്ചാൽ അത് കുടുംബമാകത്തില്ല. അതിൻ്റെ നടുവിൽ സർവശക്തനായ ദൈവം കൂടെ ഒരുമിക്കുമ്പോൾ, പിതാവായ ദൈവം കൂടെ ആ കുടുംബത്തിനകത്ത് യോജിക്കുമ്പോൾ, അതുകൊണ്ട് പറഞ്ഞേ മുപ്പിരിച്ചരട് പൊട്ടിക്കാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരുമയല്ല കുടുംബം. ഭാര്യയും ഭർത്താവും അത്യുന്നതനായ ദൈവവും കൂടെ ചേരുന്ന ഒരുമയാണ് ദൈവം. സോ ഈ യൂണിറ്റിയാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അല്ലാതെ ഏതോ ഒരു ദൈവം ഒറ്റയ്ക്കിരിക്കുന്നു. ഇവിടെ കുറേ മന്ദബുദ്ധികൾ, ഞാൻ അവരെ വലിയ ബുദ്ധിശാലി എന്ന് വിളിക്കുന്നില്ല. കാരണം ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ പഠിപ്പിക്കുന്നവരെല്ലാം മന്ദബുദ്ധികളാണ്. അവർ പറഞ്ഞു യഹോവ എന്ന ഏക ദൈവം മാത്രമേ ഉള്ളൂ, പിന്നെ യേശു പ്രാർത്ഥിച്ചത് ചുമ്മാ പിതാവേ എന്ന് വിളിച്ചൊക്കെ വെറുതെയാണ്. അപ്പം ചില മന്ദബുദ്ധികൾ വിശ്വസിക്കുന്നത് യഹോവ തന്നെ യേശുവായിട്ട് വന്നു, ആ യേശു പിന്നെ പരിശുദ്ധാത്മാവായിട്ട് വന്നു. ഞാൻ ഇവരോടൊന്നും തർക്കിക്കാനും വാദിക്കാനൊന്നുമില്ല. കാരണം ഞാൻ ഇവരെ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ കാണുന്നില്ല. കാരണം ബൈബിൾ ഈ ദൈവം ഇല്ല എന്ന് പറയുന്നവർക്ക് വിളിക്കുന്ന പേരുണ്ട്, മൂടൻ എന്ന് പറയുന്നുണ്ട്. ഈ ദൈവം ഇല്ല എന്ന് പറയുന്നവനും ദൈവത്തെ സംബന്ധിച്ചുള്ള തെറ്റായ ചിത്രം പഠിപ്പിക്കുന്നവനും സെയിം കാറ്റഗറിയാണ്. കാരണം ഇവർക്ക് റിലേഷൻഷിപ്പ് ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഈ ഒറ്റ ദൈവങ്ങളെ സേവിക്കുന്ന, ഈ ഒറ്റ ദൈവം ഞാൻ പറഞ്ഞ മനസ്സിലാവും, നമ്മുടെ ദൈവം 16 ദൈവമെന്നല്ല. നമ്മുടെ ദൈവം ഏകനെന്ന അർത്ഥത്തിനകത്ത് ഇൻ്റഗ്രേറ്റഡ് ആണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് ചേരുന്ന ഒരുമയാണ്. ഇതാണ് ദൈവം. ഈ ഒറ്റ ഒരുമയാണ് ദൈവം. ആ ഒരുമയ്ക്കകത്തെ റിലേഷൻഷിപ്പ് ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഏകദൈവം എന്ന ലോകത്ത് പഠിപ്പിക്കുന്ന മതങ്ങളെ ശ്രദ്ധിച്ച് നോക്ക്. ആ മതങ്ങളുടെ അത്രയും ക്രൂരതയുള്ള ജനവിഭാഗം കാട്ടിലെ മൃഗങ്ങൾ പോലും അത്രയും ക്രൂരരല്ല. കാരണം ബിക്കോസ് ആ ഏകനായ ദൈവം ഡിമാൻഡിൻ്റെ ദൈവമാണ്. അങ്ങേര് ഭയങ്കരമായിട്ട് മനുഷ്യനെ ഡിമാൻഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ബന്ധങ്ങൾക്ക് അർത്ഥമില്ല. സോ ദൈവത്തെ സംബന്ധിച്ചുള്ള ബന്ധത്തിന് മീനിങ് ഇല്ലെങ്കിൽ ആ ദൈവത്തെ സേവിക്കുന്നവർക്കും ബന്ധങ്ങൾക്ക് മീനിങ് ഇല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കർത്താവ് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? കൂട്ടുകാരനെ നിന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണണം. എന്തുകൊണ്ടാണ്? യഹോവ ഭക്തന്മാരെ വിശുദ്ധ ബൈബിളിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ പറഞ്ഞ എന്താ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ തമ്മിൽ 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 എന്നുള്ള 100 കണക്കിന് വാക്യങ്ങൾ ബൈബിളിൽ കൊടുത്തേക്കുന്നത്? ഒറ്റ റീസണാണ്. നമ്മുടെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവം. ഈ ദൈവത്തിൻ്റെ ഒരുമയാണ് വിശുദ്ധ ബൈബിൾ. ആ ഒരുമയാണ് നമ്മുടെ ആദർശ്യം. ആ ഒരുമയാണ് ക്രിസ്ത്യൻ ഡോക്ട്രിൻ. ആ ഒരുമയാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിത്തറ. ദൈവം എന്ന റെവലേഷൻ കറക്റ്റ് ആകാതെ ഇവിടെ ഒരു സഭയ്ക്കും നിലനിൽക്കാൻ പറ്റില്ല. നമ്മുടെ കർത്തദാസന്മാർ പറയുന്ന പോലെ ക്ലബ്ബ് പോലൊക്കെ പാട്ടും പാടിപ്പോകാം. അപ്പൊ ദൈവസംബന്ധമായ വെളിപ്പാടുകൾ കൃത്യമാകാതെ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ അകത്ത് ഈ വന്നേക്കുന്ന മുഴുവൻ ഇടർച്ചകളും. അപ്പൊ വിശുദ്ധ തിരുവെഴുത്തിന്റെ ആരംഭ ഭാഗത്ത് ഞാൻ പറഞ്ഞു വന്നത് ശ്രദ്ധിക്കണം. തുടങ്ങിയത് യുദ്ധത്തിലല്ലെങ്കിൽ ഇത് തീരുന്നതും യുദ്ധത്തിലല്ല. ഇത് മനസ്സിലാക്കണം. വിശുദ്ധ തിരുവെഴുത്തിന്റെ തുടക്കം യുദ്ധമല്ല. ഞാൻ ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. കാരണം അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ പ്രവാചകനായ മോശസ് നിലവിലുള്ള ധാരാളം തത്വസംഹിതകളും ധാരാളം ജ്ഞാനങ്ങളും, മിസ്രീമിലെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ സൃഷ്ടിവാദം അറിയാം, അവിടെ ഫ്ലഡിനെ കുറിച്ചുള്ള അറിവുണ്ട്. കാരണം ഫ്ലഡിനെ കുറിച്ചുള്ള അറിവുണ്ട്, പല മനുഷ്യനെ കുറിച്ചുള്ള അറിവുണ്ട്, വീഴ്ചകളെ കുറിച്ചുള്ള അറിവുണ്ട്, എല്ലാം ഉണ്ട്. പാപം വന്നതിനെ കുറിച്ചുള്ള എല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബൈബിളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മുൻപ് ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വലിയ വലിയ സംസ്കാരങ്ങൾ, മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങൾ, ഗിൽഗമേഷ് സംസ്കാരങ്ങൾ, ഈ സംസ്കാരങ്ങൾക്കകത്ത പഠനങ്ങളിൽ ഇവയൊക്കെ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അവകാശവാദമായിട്ട് പോരും ഞങ്ങളുടെ ബൈബിളിലാണ്. ബൈബിളിലല്ല. ബൈബിളിൽ രേഖപ്പെടുത്തിയത് ട്രൂ ആണ്. പക്ഷെ ഇത് നടന്നതുകൊണ്ട് മനുഷ്യർക്കെല്ലാം അറിവ് ലഭിച്ചു. ആ അറിവ് എന്തായിരുന്നു? സൃഷ്ടി നടന്നിരുന്നു, സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവുകൾ വന്നിരുന്നു. അപ്പം എന്നാൽ ഈ 100 കണക്കിന് തെറ്റായ സൃഷ്ടിവാദങ്ങളുള്ള ഒരു കാലത്ത് ദൈവം മോസസിനെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ദൈവം യുദ്ധം ചെയ്തിട്ടല്ല, ദേവന്മാരുടെ ഇടയിലുള്ള യുദ്ധത്തിലല്ല ഈ ക്രിയേഷൻ ഉണ്ടായത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും
ഒരുമയിലും ആനന്ദത്തിലും സന്തോഷത്തിലും മ്യൂച്വൽ ഇൻഡ്വെല്ലിങ്ങിലും ഇൻ്റർബീയിങ്ങിലും അതിന് എന്തൊക്കെ വാക്കുകളാണ് പറയേണ്ടത്, ഇവരുടെ അകത്തുള്ള ഈ ഒരുമയുടെ റിസൾട്ടാണ് ഈ സൃഷ്ടികൾ. അപ്പം നിങ്ങളൊന്ന് സന്തോഷം, നിങ്ങൾ ബൈബിളിൽ സൃഷ്ടിയെക്കുറിച്ച് അങ്ങോട്ട് പറയുമ്പോൾ ദൈവം പവർ വെളിപ്പെടുത്താൻ വന്നതല്ല. ദൈവം സെലിബ്രേറ്റിംഗ്, ദാറ്റ് ഈസ് പെരിക്കൊറേസിസ്. പെരിക്കൊറേസിസ് എന്ന് പറഞ്ഞാൽ ആദിമസഭ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ സഭ, രണ്ടാം സഭ, മൂന്നാം നൂറ്റാണ്ടിലെ സഭ, 4-ാം നൂറ്റാണ്ടിലെ സഭ, ഈ ആദിമ നൂറ്റാണ്ടുകളിലെ സഭ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് ദൈവത്തിൻ്റെ തൃത്വത്തിൻ്റെ മഹത്വത്തെയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ഹിസ്റ്ററിയിലൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ പ്രാതിനിധ്യം കൽപ്പിച്ചിരുന്നത് എങ്ങനെ സ്നാനപ്പെടണം, കർത്തൃമേശ എപ്പം നടത്തണം, കാല് കഴുകണോ, പിന്നെ അപ്പം മുറിക്കണോ, അത് രാത്രി കർത്തൃമേശ നടത്തണോ, പകൽ ഇതൊന്നും ആയിരുന്നില്ല അപ്പോസ്തലന്മാരുടെ ഒന്നും പ്രധാന ലക്ഷ്യം. ഇതൊന്നും ആയിരുന്നില്ല ആദിമസഭയുടെ വലിയ യുദ്ധം. ആദിമസഭ സ്ട്രോങ് ആയിട്ട് യുദ്ധം ചെയ്തത് ഒരൊറ്റ റീസണ് വേണ്ടിയായിരുന്നു. ദൈവസംബന്ധമായ തെറ്റായ പഠനങ്ങൾക്കെതിരെയായിരുന്നു ആദിമ നൂറ്റാണ്ടിലെ സഭ നിലനിന്നത്. ഇന്ന് അങ്ങനൊന്നുമല്ല. ഇന്ന് കൊച്ചിനെ സ്നാനപ്പെടുന്നത് ശരിയാണോ, വല്യദേവനെ സ്നാനപ്പെടുന്നത് ശരിയാണോ, മീശ പഠിക്കുന്നത് ശരിയാണോ, വെള്ളയുടുപ്പുന്നത് ശരിയാണോ, കമ്മലിടുന്നത് ശരിയാണോ, വളയിടുന്നത് ശരി. നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് കുറേ മതഭ്രാന്തന്മാർ ക്രിസ്തീയ ലോകത്ത് കയറിക്കൂട്ടി കാണിക്കുന്ന ചേഷ്ടകൾ, മതഭ്രാന്തന്മാരാണിതൊക്കെ. ഇത് വിശുദ്ധ ബൈബിളിൻ്റെ വാക്യം അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകിനെ അരിച്ചിട്ട് ഒട്ടകത്തെ വിഴുങ്ങുക. ഒരു കൊതുകിനെ പിടിച്ചിട്ട് അരിച്ചിട്ട് അതിനകത്ത് ഇനി എത്ര ചിറകുണ്ട്, അതിന് കാലുണ്ടോ വാലുണ്ടോ എന്നൊക്കെ നോക്കുക. അതേസമയം വലിയ ഒട്ടകത്തെ അങ്ങ് വിഴുങ്ങും. വിശുദ്ധ തിരുവെഴുത്തിനകത്ത് സത്യങ്ങളെ വിഴുങ്ങിയിട്ട് ഈ ആവശ്യമില്ലാത്ത മാമൂലുകൾക്ക് വേണ്ടി അങ്ങ് പ്രാധാന്യം കൊടുക്കുക. മീശ പഠിക്കുന്നവൻ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, ആഭരണം ഇടുന്നവരോരും സ്വർഗത്തിൽ പോകും. അങ്ങനെയുള്ളവനെ എല്ലാം പിടിച്ച് ക്രിമിനൽ കുറ്റം കേസ് കൊടുത്ത് ഇവരെയൊക്കെ ജയിലിൽ പിടിച്ചിടണം. ഈ ഇമാതിരി തോന്നിവാസം പഠിപ്പിക്കുന്നവർ. ആഭരണം ധരിക്കുന്നത് പാപമാണെന്ന് പറയുന്ന ഒരു തിരുവെഴുത്ത് വചനത്തിലുണ്ടോ? ഒറ്റ വാക്യം ബൈബിളുണ്ടോ? അപ്പം നമ്മൾ ആവശ്യമില്ലാത്തതിനെല്ലാം മാമൂല് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ആഭരണം എന്ന് പറയുന്ന വിഷയത്തെ ഞാൻ മുമ്പ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഈ ക്രൈസ്തവ ലോകത്ത് വന്ന ഒരു ക്യാൻസറാണ്. ഈ കൊറോണ പോലെ വന്നതാണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിലെ കൊറോണയാണ് ഓർണമെൻറ്റ്സ് വിരോധം. ഇത് റോങ്ങാണ്, പക്കാ റോങ്ങാണ്. 50 രൂപയ്ക്ക് ചന്തയിൽ പോയി 50 രൂപയ്ക്ക് ഒരു പെങ്കൊച്ച് വാങ്ങിച്ചിട്ടേക്കുന്ന ഒരു കാതിലെ ചെറിയ ഒരു കമ്മൽ കാണുമ്പോൾ ഉദ്ദേശിക്ക് അങ്ങ് ദേഷ്യമാണ്. അങ്ങേരുടെ ഇട്ടേക്കുന്ന ഷർട്ട് 5000, പാൻറ് 10000, ഇട്ടേക്കുന്ന ബെൽറ്റ് 5000, ഇട്ടേക്കുന്ന കയ്യിലെ വാച്ചിന് 2 ലക്ഷം, ഉപയോഗിക്കുന്ന മൊബൈൽ 75,000 അല്ലെങ്കിൽ 1 ലക്ഷം. ഇന്നർ ഗാർമെൻസിൻ്റെ എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഏകദേശം ഒരു 3 ലക്ഷമാണ്. ഒരു 3 ലക്ഷത്തിൻ്റെ ആളായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അടിക്കുന്ന പെർഫ്യൂമോ ഒരു മിനിമം ഒരു 10,000 രൂപയുടെയെങ്കിലും പെർഫ്യൂമോ. അപ്പോൾ ഇത്രയും ലക്ഷറസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ചന്തയിൽ നിന്ന് വാങ്ങിച്ച 5 രൂപ അല്ലെങ്കിൽ 50 രൂപ വിലയുള്ള വെറും ഒരു പ്ലാസ്റ്റിക് കമ്മൽ കാണുമ്പോൾ ഇങ്ങേർക്ക് ജ്വരക്കോള് കയറുന്നെങ്കിൽ എന്താ പ്രശ്നം? ഞാൻ ലക്ഷറിയുടെ മോഡലാണ് നിൽക്കുന്നത്, എനിക്ക് 50 രൂപയുടെ കാണുമ്പോൾ പ്രശ്നമാണ്. ഇത് മതമാണ്. ഇതിനെ നമ്മൾ വളരെ ശക്തമായിട്ട് എതിർക്കണം. ഈ നട്ടലും തലച്ചോറും കൊണ്ടുവന്ന് വല്ലവനും പണയം വെക്കാത്തവരെല്ലാം ശക്തമായിട്ട് എതിർക്കണം, ധൈര്യമായിട്ട് എണ്ണണം. നിങ്ങൾ ആഭരണം ധരിക്കാൻ കഴിയും, നിങ്ങൾ ആഭരണം ധരിക്കണം, ധൈര്യമായിട്ട് ധരിക്കണം. ഇതിനെയൊന്നും എതിർക്കാൻ പോകരുത്. നമ്മുടെ ദൈവം ഇങ്ങനെയെല്ലാം ഊരിക്കളഞ്ഞിട്ട് ഓടാൻ പറഞ്ഞ ദൈവമൊന്നുമല്ല. നമ്മുടെ ദൈവം ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഒന്നുമല്ല വിഷയം. ഇവിടെ അനാവശ്യമായ വിഷയങ്ങളെ നമ്മൾ വലുതായിട്ട് ഊതി വീർപ്പിച്ചിരിക്കുക. ഇന്ന് ക്രിസ്ത്യാനിയുടെ ഇടയ്ക്ക് ഇവർക്ക് ആർക്കും ദൈവസംബന്ധമായിട്ട് ഒരു വിഷയം പ്രശ്നമല്ല. ഞാൻ കണ്ടത്, ഇപ്പം നമുക്കറിയാം, ഈ ഗ്ലോറിയസ് ഗോസ്പൽ വന്നപ്പോഴാണ് കുറേ കാര്യങ്ങൾ റിവീലായി. നമുക്കറിയാം, അത് പഠിപ്പിക്കുന്നുണ്ട്. ഈ ട്രിനിറ്റേറിയൻ റെവലേഷൻ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 3 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൻ്റെ ആരംഭം മുതൽ സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ട്രിനിറ്റേറിയൻ റെവലേഷനാണ്. ഞങ്ങളുടെ ചർച്ച് ട്രിനിറ്റേറിയൻ ചർച്ച്. ഞങ്ങളുടെ ചർച്ച് വി ആർ നോട്ട് ഫോളോയിങ് കാൽവിനിസം, വി ആർ നോട്ട് ഫോളോയിങ് അർമേനിയസം, വി ആർ നോട്ട് ഫോളോയിങ് യൂണിവേഴ്സലിസം, വി ആർ ഫോളോയിങ് ട്രിനിറ്റേറിയൻ തിയോളജി. ഞങ്ങൾ ട്രിനിറ്റേറിയൻസാണ്. ഞങ്ങളുടെ ചർച്ചിനെ അങ്ങനെ തന്നെയാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം വി ആർ അൾട്ടിമേറ്റ്ലി ഫൗണ്ടഡ് ഓൺ ദ റെവലേഷൻ ഓഫ് ട്രിനിറ്റി. ഞങ്ങളുടെ മെസ്സേജ്, കാരണം ദൈവം അതിന് വഴികൾ ഒരുക്കും. ഇപ്പം നമ്മളൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല, കൃപയുടെ റെവലേഷനിലാണ് ഞങ്ങൾ വന്നത്. തൃത്വത്തിലേക്ക് ദൈവം നടത്താൻ ഒരുപാട് ദൈവദാസന്മാർ ഉപയോഗിച്ചു. അത് യോഗ്യമാണെന്നും വിശ്വസനീയമാണെന്നും സത്യമാണെന്നും വിശുദ്ധ ബൈബിൾ അനുസരിച്ച് ക്ലിയർ ആണെന്നും മനസ്സിലാക്കിയതുകൊണ്ട് വി ആർ സ്റ്റിക്ക് ഓൺ ദാറ്റ് റെവലേഷൻസ്. നമ്മൾ കാണുന്നല്ലോ, ഇപ്പം ബ്രദറൻ സമൂഹം പോകുന്നത് കാൽവിനിസത്തിലാണ്.
പെന്തക്കോസ്റ്റൽസിനകത്ത് 2 ഗ്രൂപ്പുണ്ട്, കാൽവിനിസം ഉണ്ട്, അർമേനിസം. പെന്തക്കോസ്റ്റിൻ്റെ 95% അർമേനിയസ് ആണ്. സോ അർമേനിയൻ ഗോഡ് എന്ന് പറയുന്നത് റോങ് ആണ്. കാരണം കാൽവിൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. ഈ യൂണിവേഴ്സലിസവും കാൽവിനിസവും അർമേനിയസും 3 പേരും 3 സഹോദരന്മാരാണ്. കാൽവിനെ എതിർത്തപ്പോൾ അർമേനിയൻസ് ഉണ്ടായി, അൽമേനിയത്തെയും കാൽവിനിസത്തെ എതിർത്തപ്പോൾ യൂണിവേഴ്സലിസ്റ്റ് ഉണ്ടായി. ഇവരുടെ 3 പേരുടെയും പഠനത്തിനകത്ത് ഒറ്റ കാര്യമുള്ളൂ വ്യക്തം. ഒന്ന്, കാൽവിൻ്റെ ആളുകളിൽ, കാൽവിൻ്റെ തിയോളജിക്കകത്ത് ലോകസ്ഥാപനത്തും ആരെയൊക്കെ തിരഞ്ഞെടുക്കും അവരും അതിനെ സ്വർഗത്തിൽ പോകും. ഇത് 3 ആളുകൾ സ്വർഗത്തിൽ ആളുകളെ കൊണ്ടുവന്ന ആളുകളാണ്. അപ്പം അത് നേരത്തെ തിരഞ്ഞെടുത്തതാണ്. അർമേനിയൻ പറയും അങ്ങനെ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, ഈ ഭൂമിയിൽ വിശ്വസിക്കണം, അപ്പം നമുക്കും കൂടെ പങ്കാളിത്തമുണ്ട്. അപ്പം കാൽവിൻ പറഞ്ഞു ഫുള്ള് ദൈവത്തിനാണ്. അങ്ങനെ തമ്പുരാൻ ആരെയൊക്കെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പുള്ളിയെ കൊണ്ട് ബാക്കിയുള്ളതിനൊക്കെ നരകത്തിൽ വിടും. അർമേനിയൻ പറഞ്ഞ അങ്ങനല്ല, ഞങ്ങൾ കുറച്ച് പേര് വിശ്വസിക്കുന്നവരെ കൊണ്ടുപോകും, അല്ലാതെ വിശ്വസിക്കാത്തവരെല്ലാം നരകത്തിൽ വിടും. കാൽവിൻ്റെ അകത്ത് കുറേ നരകത്തിൽ നേരത്തെ പോകാൻ തീരുമാനിച്ചവരുണ്ട്. അർമേനിയൻ തിയോളജിക്കകത്ത് കുറച്ച് പേര് നരകത്തിൽ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നവരുണ്ട്. യൂണിവേഴ്സലിസ്റ്റ് ഇവനക്കെതിരെ എന്നിട്ട് പറഞ്ഞു ആദം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപിയായി, യേശു നീതീകരിച്ചപ്പോൾ എല്ലാവരും നീതിമാന്മാരായി, അതുകൊണ്ട് ആരും നരകത്തിൽ പോകത്തില്ല. ഇവന്മാർക്ക് 2 അടി കൊടുക്കാൻ വേണ്ടി യൂണിവേഴ്സലിസ്റ്റ് വന്നു. ഇപ്പം ആളുകൾ പറയുന്നത് ഞങ്ങൾ യൂണിവേഴ്സലിസ്റ്റ് അല്ല, വി ആർ നോട്ട് പ്രീച്ചിങ് യൂണിവേഴ്സലിസ്റ്റ്, വി ബിലീവ് ദ യൂണിവേഴ്സൽ അറ്റോൺമെൻറ്റ്, വി ബിലീവ് ആൻഡ് വി പ്രീച്ച് ദ യൂണിവേഴ്സൽ റീകൺസിലിയേഷൻ, ബട്ട് വി ആർ നോട്ട് പ്രീച്ചിങ് ദ യൂണിവേഴ്സൽ സാൽവേഷൻ. ബിക്കോസ് സാൽവേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പാണ്. അത് നമുക്ക് കാർഡ് കിട്ടുന്ന പോലെ, റേഷൻ കാർഡ് കിട്ടുന്ന പോലെ അല്ല, കൈ ഉയർത്തിയപ്പോൾ കിട്ടിയതുമല്ല. പിതാവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ആ അറിവെന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഹോൾസെയിലിൽ കൊടുക്കുന്നതല്ല. ദാറ്റ് ഈസ് എ ഇൻഡിവിജ്വൽ മാറ്റർ. സോ എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമായിട്ട് പ്രാപിക്കണം. അത് ജോയ്ഫുൾ ലൈഫിന് വേണ്ടിയുള്ളതാണ്. ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ഹെവൻ ഓർ ഹെൽ. അപ്പോൾ ഹെവനും ഹെല്ലും അല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇത് ആദ്യം മനസ്സിലാക്കണം. സുവിശേഷത്തിൻ്റെ ഒരു ലക്ഷ്യവും നരകവും സ്വർഗവും അല്ല. നരകവും സ്വർഗവും ഡെസ്റ്റിനേഷൻ കൊണ്ടുവന്നാണ് നമ്മൾ സുവിശേഷത്തെ ഇത്ര വികലമാക്കിയത്. ദൈവം എന്ത് പർപ്പസിന് മനുഷ്യനെ ഭൂമിയിലാക്കിയോ അതിൻ്റെ കടക്കൽ കൊണ്ടുവന്ന് കത്തിവെച്ച ഉപദേശമാണ് നരകത്തിലേക്കുള്ള ഭീതിയും സ്വർഗത്തിൻ്റെ മോഹവും. സ്വർഗമോഹികളും നരകഭീതിയിൽ ജീവിക്കുന്നവരും ഭൂമിക്ക് യൂസ്ലെസ് ആണ്, ഉപയോഗശൂന്യരാണ്. അവർ സത്യത്തിൽ മരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ ഈ ഭൂമിക്ക് ഉപയോഗമേ ഇല്ല, ഉപയോഗശൂന്യരാണ്. ഭൂമിക്ക് അവർ തലവേദനയും ഭാരവുമാണ്. അവരെല്ലാവരും പോകണം, ഈ ഭൂമി വീട് പോകണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവം അങ്ങ് പോകാൻ മതിയായിരുന്നു, സ്വർഗമോ എവിടെയെങ്കിലും പോകും. ഈ ഭൂമിക്കൊരു ദൈവത്തിൻ്റെ പർപ്പസ് ഉണ്ട്. നിന്റെ രാജ്യം വരണം എന്ന് പഠിപ്പിച്ച കർത്താവ് ആ പർപ്പസ് എന്നാ മാറ്റിയത്? ഭൂമിയെ അടക്കി വാഴട്ടെന്ന് പറഞ്ഞ് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തൻ്റെ പദ്ധതി എന്നാണ് തിരുത്തിയത്? ഇതൊന്നും തിരുത്തപ്പെട്ടിട്ടില്ല സഹോദരങ്ങളെ. ഞാൻ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങളുടെ ലൈഫിന് ഒരു അർത്ഥമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും റിസൾട്ടാണ്. 2, നിങ്ങൾ ജനിച്ചതൊരു പർപ്പസോടു കൂടിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞ അബദ്ധത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആളല്ല നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വന്നവരാണ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ വന്നവരാണ്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന് അനാദി പർപ്പസ് ഉണ്ട്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒരു ജോലിയുണ്ട്, നിങ്ങൾക്കൊരു മീനിങ് ഉണ്ട്, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ കൃത്യമാണ്. ഓക്കെ, ഞാൻ ആ ഭാഗം വിടുക. ഇനി വളരെ വേഗത്തിൽ മുമ്പോട്ട് പോവാം. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം കൂടെ പറയാൻ പോവാം. എന്തുകൊണ്ട് അപ്പം സൃഷ്ടിവാദം, അതായത് ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിക്കുമ്പോൾ ഗോഡ് ക്രിയേറ്റഡ് ദ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എങ്ങനെ സൃഷ്ടിച്ചത്? പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, സമ്പൂർണമായ ആനന്ദത്തിൻ്റെയും സമ്പൂർണമായ ജോയുടെയും സമ്പൂർണമായ സ്നേഹത്തിൻ്റെയും റിസൾട്ടായിരുന്നു ക്രിയേഷൻ. അപ്പം യുദ്ധത്താലല്ല ഈ ക്രിയേഷൻസ് ഉണ്ടായത്. യുദ്ധം കൊണ്ട് ആരംഭിച്ച് യുദ്ധം കൊണ്ട് അവസാനിക്കുന്നതെല്ലാം മതത്തിൻ്റെ ഭേദങ്ങളും മതത്തിൻ്റെ ചിന്തകളുമാണ്. നിങ്ങളുടെ മനസ്സിൽ ഇത് കുറിച്ച് വെക്കുക. റിലീജിയൻ്റെ എല്ലാ ആരംഭം, എല്ലാ മതങ്ങളും അവരുടെ ഒരു നല്ല റിസൾട്ടിനെ കൊണ്ടുവന്നേക്കുന്നതൊക്കെ യുദ്ധത്തിലാണ്. നിങ്ങൾ ഹൈന്ദവ മതം എടുത്തു നോക്കിയോ, ഏതെങ്കിലും മതങ്ങൾ എടുത്തോ. ഇസ്ലാം മതമാണെങ്കിൽ പിന്നെ അള്ളാഹു വന്ന് കൊടുത്ത ശേഷം പിന്നെ അങ്ങ് അടിച്ച് മിന്നുമായിരുന്നു ആളുകൾ. പിന്നെ എല്ലാത്തിനെയും കത്തി അങ്ങോട്ട് വെച്ചിട്ട് അവരുടെ മതത്തിലോട് ചേർത്തത്. അതിനകത്ത് യുദ്ധമാണ്. ക്രിസ്ത്യാനിത്വം ഒന്നും അങ്ങനെ അല്ല. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് പിതൃപുത്ര പരിശുദ്ധ ത്രിയേക ദൈവത്തിൻ്റെ ഞാൻ ആ വാക്കിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരിക. ആദിമ സഭ ഒരിക്കലും നമ്മൾ ഇന്ന് കാണുന്നതിന് പുറകിലല്ല പോയത്. അവർ പോയത്
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായെയും കുറിച്ചുള്ള പഠനത്തിലാണ്. അതിനുവേണ്ടിയാണ് അവർ നിന്നത്. അത്തനേഷ്യസ് എന്ന് പറയുന്ന കർത്തദാസൻ എഴുന്നേറ്റ് വന്നതുപോലും ആ റവലേഷൻ്റെ മഹിമയോടെയാണ്. ഇൻകാർണേഷൻ്റെ മഹത്വത്തെ പ്രസംഗിച്ചു, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പ്രസംഗിച്ചു, പിതാവും പുത്രനും പരിശുദ്ധ റൂഹയും എങ്ങനെ ഒന്നായിരിക്കുന്നു പഠിപ്പിച്ചു, അതിൻ്റെ ബേസ് എന്തെന്ന് പഠിച്ചു, അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുക, അതിൻ്റെ റിലേഷൻഷിപ്പ് പഠിപ്പിച്ചു. ഇതിൻ്റെ ബേസിലായിരുന്നു സഭ പോയിക്കൊണ്ടിരുന്നത്. ആ സഭ അന്നത്തെ സയൻസുമായിട്ട് ഒരുമയായിരുന്നു. അപ്പം സയൻസും സഭയും തമ്മിൽ ഇന്ന് ഭിന്നതയിൽ ജീവിക്കാൻ കാരണം നമ്മുടെ മെസ്സേജ് പോയതുകൊണ്ടാണ്. ഇഫ് യു ആർ ഫോളോയിങ് ദ ട്രിനിറ്റേറിയൻ റെവലേഷൻസ് വി ക്യാൻ കോപ്പ് അപ്പ് വിത്ത് ദ സയൻസ്. ദ വേൾഡ്ലി സയൻസ് നമുക്കൊരു എതിരാവത്തില്ല. വേൾഡ്ലി സയൻസ് നമുക്ക് അനുകൂലമാകണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിന് പാരലാകണമെങ്കിൽ, വി മസ്റ്റ് ഫോളോ ട്രിനിറ്റേറിയൻ ട്രൂത്തിൻ്റെ പുറകെ പോയാൽ പറ്റത്തില്ല. അല്ലെങ്കിൽ നാം വികടമായി സയൻസിന് വിരുദ്ധമായി നിൽക്കേണ്ടി വരും. സയൻസ് എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. അത് ഊഹാഭോഗവും കള്ളക്കച്ചവടവും കണ്ണിട്ടുള്ള മാജിക്കൊന്നുമല്ല. സയൻസ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ഈ വേൾഡ്ലി സയൻസും ക്രിസ്ത്യൻ ഫെയ്ത്തും തമ്മിൽ പാരലായിട്ടിരിക്കണം. അത് ധ്രുവങ്ങളിൽ, രണ്ട് ധ്രുവങ്ങളായിട്ടിരിക്കരുത്. എന്ന് പറഞ്ഞാൽ സയൻസ് കൊണ്ട് പ്രൂവ് ചെയ്താലും ക്രിസ്ത്യാനിറ്റി തെളിയിക്കപ്പെടണം. ഇത് വെറും വിശ്വാസത്തിൻ്റെ ഭാഗമാകരുത്. സയൻസ് കൊണ്ട് തെളിയിക്കപ്പെടാൻ പറ്റുന്ന വിശ്വാസമായിരിക്കണം. കാരണം നമ്മുടെ ബൈബിളിൽ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഉണ്ടായി എന്നതിനെ തെളിയിക്കുന്നു സയൻസ്. അവർ പറഞ്ഞു ബിഗ് ബാങ്, സംതിങ്, എന്തോ ഒരു ഫോഴ്സ് വന്നു, സൃഷ്ടിക്കപ്പെട്ടു. അവർ ബിഗ് ബാങ് എന്ന് പറഞ്ഞു. വി ഹാവ് നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. അവർ അതിനെ ബിഗ് ബാങ് എന്ന് വിളിക്കുന്നു. വി ബിലീവ് ദാറ്റ് ഈസ് ദ വോയിസ് ഓഫ് ഗാഡ്, ദാറ്റ് ഈസ് ലോഗോസ്, ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. എന്തിന് നമ്മൾ ഭയപ്പെടണം? സോ നമ്മൾ ഇതേ സമയം ഇവിടെ നിന്ന് നേരെ മതത്തിൻ്റെ ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കള്ളമാണ്, മൊത്തം കള്ളമാണ്. സയൻസ് പറയുന്നത് ഈ മാറ്റേഴ്സ് എല്ലാം നിൽക്കുന്നത് യൂണിറ്റിയിലാണ്. മാറ്റർ നിൽക്കുന്നത് യൂണിറ്റിയിലാണ്. ഈ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് നിങ്ങൾ ഈ സയൻസിലെ ഒരു പഠനമാണ്. ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കേൾക്കുക. ഇപ്പം നമ്മുടെ എംപയർ ബിൽഡിംഗ് ഉണ്ട് നമ്മുടെ യൂറോപ്പിൽ. എംപയർ ബിൽഡിങ്ങിനെ ഒരു പറയുന്നത്, ഈ ഞാൻ എങ്ങനെ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരാറ്റം ആ ആറ്റത്തിൻ്റെ 3 ഘടകങ്ങളാണ്: പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. ഈ 3 കണികകളെ ആ അതിന് നടുവിലുള്ള ന്യൂക്ലിയസിൽ ഇങ്ങനെ സർക്കിൾ ചെയ്യുക. ദാറ്റ് ഈസ് ആറ്റം. ഇവർ പറയുന്നത് ഈ സർക്കിൾ ചെയ്യുന്നുണ്ടല്ലോ, ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ഫോട്ടോണൊക്കെ ഇങ്ങനെ സർക്കിൾ ചെയ്യുന്നുണ്ട്. ഈ ന്യൂക്ലിയസുമായിട്ടുള്ള ഗ്യാപ്പ്, അത് അവർ പറയുന്നത് ഇങ്ങനെയാണ്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ അതിൻ്റെ നടുവിൽ ഒരു ഫുട്ബോൾ കൊണ്ടുവന്നിട്ടാൽ അത് ന്യൂക്ലിയസും, അതിൻ്റെ ബൗണ്ടറിയിൽ ഇരിക്കുന്നത് ആ ജനസമൂഹത്തെ ആ ഭാഗമാണ് ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ കറങ്ങുന്ന ഭാഗം. അപ്പോൾ അവർ പറയുന്നത് ഇവയ്ക്ക് നടുവിൽ, അതായത് ഈ ന്യൂക്ലിയസിനും ഈ ഇലക്ട്രോൺസിനും നടുവിൽ എന്തുണ്ട്? ഒരു ഗ്യാപ്പുണ്ട്, ഭയങ്കര ഗ്യാപ്പാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എംപയർ ബിൽഡിങ്, അതായത് ആകാശം മുട്ട നിൽക്കുന്ന വലിയ ബിൽഡിങ്, അതിലെ ആറ്റങ്ങൾക്ക്, സയൻസ് പറയുന്നതാണ്, ആറ്റങ്ങളുടെ ഗ്യാപ്പ് മാറ്റിയാൽ, അതായത് ഒരു ആറ്റത്തിൻ്റെ ഗ്യാപ്പ്, ആ ആറ്റത്തിൻ്റെ ഗ്യാപ്പ് മാറ്റുക. ഞാൻ പറഞ്ഞല്ലോ, ആ ഗ്യാപ്പിനെ അവർ റേഷ്യോ ചെയ്തേക്കുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ ഇരിക്കുന്നത് തുല്യം. ആ ഫുട്ബോൾ ഗ്രൗണ്ടിന് നടുവിൽ ആ ഫുട്ബോൾ ഇരിക്കുന്നതാണ് ന്യൂക്ലിയസ്. ഒരാറ്റമായിട്ട് എടുത്താൽ അത്ര ഗ്യാപ്പ് വെറുതെ കിടപ്പുണ്ടെന്ന്. ആ ഗ്യാപ്പ് ഇല്ലാതെ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഇതിനോട് അടുപ്പിച്ച് നിർത്തിയാൽ, വിത്തൗട്ട് ഗ്യാപ്പിൽ നിർത്തിയാൽ എംപയർ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു അരിമണിയുടെ അത്രയും വലിപ്പം ഉണ്ടാവുന്ന, പക്ഷെ അതിൻ്റെ വെയിറ്റ് സെയിം ആയിരിക്കും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സയൻസാണ്. സോ അവർ പറയുന്നത് ഒരു മാറ്റർ നിൽക്കുന്നത് ഈ 3 കൂടെ ഇങ്ങനെ സർക്കിൾ ചെയ്യുന്നുണ്ടാണ്. ഇത് തന്നെയാണ് ട്രിനിറ്റിയുടെ, ഞാൻ പറഞ്ഞത് ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയാമോ? നമ്മൾ ഈ കാണുന്ന മുഴുവൻ റൊട്ടേഷനാണ്, റൊട്ടേറ്റിംഗ്. എവ്രിതിങ് ഈസ് റൊട്ടേറ്റിംഗ്. Matter is rotating, energy is rotating, family is rotating, even galaxy is rotating, നമ്മുടെ സൗരയൂഥം rotating, everything, even the world is rotating, sun, everything is moving because God, എവിടെയോ ഇരിക്കുന്ന ഒരു സ്തംഭമല്ല ദൈവം. Even our God is the God of movement. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ എന്തായാലും നാളെ കൂടെ അത് ബാക്കി എടുത്തോളാം. ഞാൻ ആരംഭമായിട്ട് പറഞ്ഞു വരുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവ പദ്ധതികൾ വെളിപ്പാടിൽ പൂർണ്ണമാകുന്നില്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ പൂർണ്ണമല്ലാത്ത പുസ്തകമായി, കഥയില്ലാത്ത പുസ്തകമായിട്ട് മുമ്പിൽ നിൽക്കുക. ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതി, ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതി
വെളിപ്പാട് പുസ്തകത്തിൽ പരിപൂർണമായേ പറ്റൂ. എങ്കിൽ അങ്ങനെ പരിപൂർണമായാൽ നിങ്ങളും ഞാനും ചുമക്കുന്ന വിശുദ്ധ ബൈബിൾ കുറച്ചും കൂടെ നെഞ്ചോടെ ചേർത്ത് വെച്ച് അധികാരത്തോടെ നമുക്ക് പറയാൻ പറ്റും, ഇത് വിശുദ്ധ ബൈബിളാണ്, ദൈവത്തിൻ്റെ തിരുവെഴുത്താണ്, ഇത് ദൈവനിശ്വാസ്യമാണ്, ഇത് മാറാത്തതാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ലഭിക്കും. എങ്ങനെ ലഭിക്കും? കാരണം എന്തിനിത് ആരംഭിച്ചോ അതിൽ തന്നെ തുടരുകയും ഒടുവിൽ അത് പൂർണ്ണമാകുകയും ചെയ്യുകയാണ്. അപ്പം നല്ല ഗ്ലോറിയസ് എൻഡാണ് സഭ പ്രസംഗിക്കേണ്ടത്. ഗ്ലോറിയസ് എൻഡിന് പകരം നമ്മൾ പ്രസംഗിക്കുന്നത് എന്താ? ഭയാനകമായ ഒരു അവസാനം, ഒരു നിത്യമായ ഭയം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ ആർക്കാ? ക്രിസ്ത്യാനികളിൽ എത്ര പേർക്ക് സ്വസ്ഥത ഉണ്ടെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടുമോ എന്നുള്ള ഭീതിയിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ട്. രക്ഷയുടെ മഹത്വത്തെ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ, എന്താണ് രക്ഷയെന്നറിയാത്തവർ. അയ്യോ, നരകഭീതിയിലും ജീവിക്കുക ജനങ്ങൾ, നരകത്തെക്കുറിച്ചുള്ള ഭീതിയിലാണ് ജനങ്ങൾ. ഗ്ലോറിയസ് ഫ്യൂച്ചർ, ഈ മഹത്വമുള്ള സുവിശേഷം, ആ സുവിശേഷത്തിൻ്റെ എൻഡ് ഗ്ലോറിയസ് എൻഡാണ്. നമ്മൾ ഈ ഉൽപ്പത്തിയിലെ പ്രശ്നങ്ങളെല്ലാം വെളിപ്പാട് തീരണം. ഉൽപ്പത്തിയിലെ പദ്ധതി വെളിപ്പാടിൽ പൂർത്തിയാകണം. ഉൽപ്പത്തിക്കകത്തുള്ള കുഴപ്പക്കാരൻ വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കണം. ഉൽപ്പത്തിയിൽ ആരംഭിച്ച കുടുംബം വെളിപ്പാടിൽ തന്നെ തുടരണം. എങ്കിലേ തിരുവെഴുത്ത് കൃത്യമാവൂ, എങ്കിലേ തിരുവെഴുത്തിന് ആധികാരികമുണ്ടെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ കഥയില്ലാത്ത പുസ്തകമായിട്ട് വിശുദ്ധ ബൈബിൾ മാറ്റി നീക്കേണ്ടി വരും. അപ്പൊ എന്തിനാരംഭിച്ചു? ആരംഭിച്ച ആരംഭം ഞാൻ പറഞ്ഞില്ല, നല്ലതിന് വേണ്ടി ആരംഭിച്ച മനുഷ്യൻ പാപം ചെയ്ത് ഇനി ദൈവം പറയാം പോകുന്ന വഴി അങ്ങോട്ട് പോട്ടെ, ആൻറ്റി ക്രൈസ്റ്റ് വരുമോ, അങ്ങനെ എല്ലാ ക്രൈസ്റ്റ് വരുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നമുക്ക് കുറച്ച് വരെ കൊണ്ട് അങ്ങ് സ്വർഗത്തിൽ. ഇതാണോ ഇത്? ഈ സ്വർഗത്തിലേക്ക് അങ്ങ് പോകും, അവിടെ കാണാൻ പോയി. ഇതാണോ മനുഷ്യൻ്റെ പദ്ധതി? ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവിടുത്തെ വേറെ എല്ലാ വിഷയങ്ങളും, ആയിരക്കണക്കിന് വിഷയങ്ങൾ എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് ജസ്റ്റ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദിസ് എന്നറിയാമോ? ഇവിടെയാ മനുഷ്യർ മൊത്തം പ്രശ്നത്തിൽ കിടക്കും. ക്രൈസ്തവ ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മെസ്സേജായത് ഭീതിയുടെയും ഭയാനകമായ ഒരു അവസാനം, നാശയോഗ്യൻ്റെ വെളിപ്പാട്. ഇതല്ല സഭ പഠിപ്പിക്കേണ്ടത്. ഞാൻ ഇന്ന് ഒരു കുഞ്ഞു കാര്യം, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഈ വിഷയത്തിൽ പറഞ്ഞിട്ട് ഞാൻ വളരെ പെട്ടെന്ന് നിർത്തിക്കോളും. ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങണം. അത്യാവശ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മെസ്സഞ്ചറിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് തരാമെങ്കിൽ ഞാൻ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു തരാം. അതായത് ആ പുസ്തകത്തിൻ്റെ പേരെന്തോ, എനുമൈലിസം, എപ്പിക് ഓഫ് ഗിൽഗമേഷ് ഒക്കെ വായിക്കാൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകേണ്ടത്, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ, നമുക്ക് ബാക്കി നാളെ പറയാം. ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ അത് ആദ്യത്തെ ബൈബിളിൻ്റെ ജെനിസിസിലുള്ള കാര്യം. ജെനിസിസിൻ്റെ ഒറിജിനൽ നമ്മൾ അവിടെ കാണുന്നു. നമ്മൾ ജെനിസിസിൽ കാണുന്ന ഒരു കാര്യം നോക്കിയേ, ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്നുണ്ട്, ഇല്ലേ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ എന്താ കാണുന്നത്? പഴയ ആകാശവും പഴയ ഭൂമിയും നീങ്ങിപ്പോയി, എന്നിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമി. അപ്പം ആരംഭത്തിൽ സൃഷ്ടിച്ച ആ സൃഷ്ടിയെ ദൈവം എടുത്ത് കളയുക എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം. അവിടെയും ദൈവം എന്തുവാ? പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കും. ഞാൻ പുതിയ ഭൂമിയും പുതിയ ആകാശവും എന്താണെന്ന് ഞാൻ പറഞ്ഞു. അത് പഴയ ആരാധനക്രമവും പഴയ ആലയവും അവൻ്റെ സംവിധാനവും ആ ലോകത്തിൻ്റെ ആദിപാഠവും, അപ്പോസ്തലനായ പത്രോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ മൂലപദാർത്ഥങ്ങളെ കത്തി എരിഞ്ഞ് ആകാശം കൊടിമുഴക്കത്തോട് ഒഴിഞ്ഞു പോയി. ഇനി പോകുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കണ്ട. ഒരു ഇടി വെട്ടുമ്പോൾ തന്നെ യേശു വരാൻ പോകുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാതെ മനസമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഈ വൈകുന്നേരം ഇതൊന്ന് പറയുന്നത്. നല്ല സന്തോഷത്തോടെ കിടന്നുറങ്ങും. കർത്താവിനെ സ്നേഹിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഫാൻസായിട്ട് ജീവിക്കുക. അവൻ്റെ മുഖം കണ്ട് അവനെക്കുറിച്ചുള്ളത് വായിച്ച് ക്രിസ്തുവിനെ സ്നേഹത്തെ വെളിപ്പെടുത്തി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ട് അയൽവക്കക്കാരനെ നിങ്ങളെപ്പോലെ സ്നേഹിക്കും. സ്നാനപ്പെടുന്നതിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് നടക്കാതെ, ഞാൻ പറഞ്ഞപ്പം എത്ര പേര് സ്നാനപ്പെട്ടു? സ്നാനത്തിൻ്റെ ഉപദേശം കൂടുതൽ പഠിപ്പിക്കുന്നതിന് പകരം സ്നാനം വേണ്ടെന്നല്ല കേട്ടോ, അതിനേക്കാളും ഗൗരവമായിട്ട് ചർച്ച പഠിപ്പിക്കേണ്ടത് നിൻ്റെ അയൽവക്കാരനെ, നിൻ്റെ അയൽവക്കത്തുള്ള ഹിന്ദുവിനെ, നിൻ്റെ അയൽവക്കത്തുള്ള മുസ്ലിമിനെ, നിൻ്റെ അയൽവക്കത്തുള്ള നിരീശ്വരവാദിയെ, നിൻ്റെ അയൽവക്കത്തുള്ള ജാതിയിൽ കുറഞ്ഞവനെ, താഴ്ന്നവനെ, അപരിഷ്കൃതനെ, പട്ടികജാതിക്കാരനെ, SC ST ട്രൈബ്സിനെ
നിന്നെ പോലെ സ്നേഹിക്കണം. ഇത് പഠിപ്പിക്കുന്ന ഇത് ഫോളോ ചെയ്യുന്ന ഒരു ചർച്ച എനിക്കൊന്ന് കാണിച്ചു തരണമെന്നെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇതാണ് വിശുദ്ധ ബൈബിളിലെ ലോകത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഭൂമിയോടുള്ള ബന്ധത്തിൽ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഗതത്തോടെ, അത് നമുക്കറിയാം, നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയെങ്കിലും സ്നേഹിക്കും. നിന്റെ അയൽവക്കക്കാരനെ നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്നു. ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന സഭകളാണ് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞില്ല, രണ്ട് അർത്ഥമായതേ ഉള്ളൂ. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കണം. രണ്ട്, നാട്ടുകാരെ സ്നേഹിക്കണം. അവരെ സ്നേഹിക്കണം. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ നിങ്ങളുടെ ഈ ദുരുപദേശം അവരെ പോയി പഠിപ്പിക്കാനല്ല. പ്രസാദ്, ദാറ്റ്സ് ട്രൂ. ഇത് എൻ്റെ കേൾവിക്കാർക്ക് തന്നെ കാര്യങ്ങൾ ബോധ്യമായിട്ട് വരുന്നത് ഓർത്ത് സ്തോത്രം. ഞാൻ പറഞ്ഞതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് ഇന്ന് നാളെയുമായിട്ട് അങ്ങ് പറഞ്ഞോളാം. 2-3 എണ്ണം മാത്രം പറഞ്ഞ് ഞാൻ ഇന്നങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഒന്ന്, അവൻ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു. 2, പുതിയ ആകാശത്തെയും പുതിയ ഭൂമി സൃഷ്ടിച്ചു. പുതിയ ആകാശവും പുതിയ ഭൂമിയും നിങ്ങളും ഞാനുമാണ്. പുത്തൻ യെരൂശലേം എന്ന് പറയുന്നത് ഇനി ആകാശത്ത്, നമ്മുടെ ആളുകൾ പറഞ്ഞിട്ടില്ല, ആകാശത്ത് നിന്ന് 25,000 മൈൽ വിസ്താരമുള്ളൊരു ചതുരപ്പെട്ടി ഇങ്ങനെ ഇറങ്ങി വരിക എന്നാണ്. അതിനെക്കുറിച്ചൊരു പഠനം നേരത്തെ ഒരു ദൈവാസം നടത്തിയത് ഇങ്ങനെയാണ്. അങ്ങനെ ചതുരപ്പെട്ടി വന്നിട്ട് ഇരിക്കണമെങ്കിൽ, അതിപ്പോൾ ഒരു ഭൂമി ഇങ്ങനെ ഉരുണ്ടതാണല്ലോ, ഉരുണ്ട ഭൂമിയുടെ പുറത്ത് ആ ചതുരപ്പെട്ടി വന്നിരിക്കണമെങ്കിൽ അതിൻ്റെ വാതിൽ കയറണമെങ്കിൽ റോക്കറ്റിൽ പോകണമെന്ന്. റോക്കറ്റ് കാരണം 25,000, ഇതൊക്കെ ശ്രദ്ധിക്കണം, 25,000 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്, 25,000 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ആ സ്വർഗീയ യെരൂശലേം എന്ന ആ പെട്ടി ഭൂമിയിലോട്ട് വന്ന് നിന്നാൽ ആ മേളിൽ കയറണ്ടായിരുന്നു. ഇവിടെ വാതിൽ ഇവിടെ ആണെങ്കിൽ ഇവിടെ നിന്ന് മനുഷ്യൻ ഇതിൻ്റെ വാതിലെത്തണമെങ്കിൽ റോക്കറ്റിൽ പോകണം. വിമാനമൊന്നും എത്തല്ല. വിമാനമൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ 34,000, 35,000, 40,000 അടി ഉയരത്തിലേ പോകത്തുള്ളൂ. അതായത് ഒരു 10-11 കിലോമീറ്റർ മേളിൽ പോകും. ഇത് മോളിൽ പോകാൻ തന്നെ നമുക്ക് ഏകദേശം 65-70 കിലോമീറ്റർ യാത്ര ചെയ്യണം. 70 കിലോമീറ്റർ മുകളിലോട്ട് പോയാലേ പുത്തൻ യെരൂശലേമിൻ്റെ വാതിൽ ചെല്ലാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ മെഷർമെൻറ്റ് നോക്കിയാൽ പഠിച്ചാൽ മതി. നമ്മുടെ ആളുകൾ അങ്ങ് ഒരു വിവരമില്ലാതെ അങ്ങ് പഠിപ്പിക്കുക. എന്നിട്ട് പറയുക മദ്യപാനികൾക്കെല്ലാം വേണ്ടി അത് തുറന്നിട്ടേക്കുവാന്ന്. ഏത് മദ്യപാനി അതിനകത്ത് കയറും? ഇതൊക്കെ ആലങ്കാരിക ഭാഷയിൽ എഴുതിയേക്കാം. പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ അവൻ്റെ സഭയാണ്. പഴയ യെരൂശലേം എന്ന് പറഞ്ഞാൽ യെരൂശലേം ദേവാലയമാണ്. പഴയ യെരൂശലേമിനെ അവസാനിപ്പിച്ച് പുതിയ യെരൂശലേം ആരംഭിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സഭയെ ആരംഭിച്ചെന്ന്. നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്നലത്തെ നമ്മുടെ ലൈവ് കേൾക്കണം. അവസാനത്തെ കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കൃത്യമായി നിങ്ങളത് കേൾക്കണം. ഞാൻ ഈ പറഞ്ഞു വരുന്നൊരു താല്പര്യം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും ചിലർക്ക്, ഭയങ്കര. കാരണം ഇവർ വർഷങ്ങളായിട്ട് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിനെ തൊട്ടാൽ അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അവർ കൊല്ലും. ചിന്തിക്കാനുള്ള കഴിവൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ ഹൃദയവും തലച്ചോറെല്ലാം കൊണ്ടുവന്ന് നേരെ ട്രമ്മിനകത്ത് കൊണ്ടുവച്ചു. ആ ട്രമ്മിനകത്ത് കൊണ്ടുവച്ചിട്ട് അത് കൊട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് ബുദ്ധിയൊന്നുമില്ല. നമ്മുടെ ഉദ്ദേശം എന്ത് പറയുന്നു അത് കേട്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ബോധം പൊക്കണത്തോടെ ജീവിക്കണം. ഞാൻ ഈ പറഞ്ഞ് കേൾക്കുക. എൻ്റെ വാക്കുകൾ ഇച്ചിരി പരുക്കനാണെങ്കിൽ ക്ഷമിക്കുക. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ എന്തായി? പുതിയ ആകാശവും. ഇപ്പം നോക്കണേ, വെളിപ്പാട് ആകുമ്പോൾ മുഴുവൻ ടേണാകുക, ഫുള്ള് ടേണാകുക. വെളിപ്പാട് 22 എത്തുമ്പോൾ 21-22 എത്തുമ്പോഴേക്ക് ഉൽപ്പത്തി പുസ്തകത്തിലുള്ള ക്രമക്കേടുകൾ മുഴുവൻ മാറുക. രണ്ടാമത്തെ കാര്യം നോക്കിയേ, ജെനസിസിൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 1:4 പറഞ്ഞ ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കുന്നുണ്ട്. അതിനകത്തൊരു ഡിവിഷൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നോക്കി 21 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ പറഞ്ഞു, അവിടെ സൂര്യനില്ല, രാത്രിയില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഉൽപ്പത്തിയിൽ ഇരുട്ടുണ്ടെന്നും വെളിപ്പാടിൽ, അതായത് ആ പുത്തൻ യെരൂശലേമിൻ്റെ മഹിമയിലോട്ട് വരുമ്പോൾ അവിടെ എന്തില്ല? ഇരുട്ടില്ല. ഇരുട്ടെന്താന്ന് നമ്മൾ പഠിക്കണം. ഇരുട്ടെന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന, ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇരുട്ടത്താണല്ലോ ഇരിക്കുന്നത്. ഇരുട്ടെന്ന് പറഞ്ഞാൽ ഈ വെളിച്ചം ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ മൊത്തം ഇരുട്ടായി പോകും. സത്യത്തിൽ എന്താ ഇരുട്ട്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡാർക്ക്നെസ്? ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിൻ്റെ ഭാഷയിൽ അറിവ് കേടെന്നാണ്. അറിവ് കേട്, അജ്ഞത. മനുഷ്യൻ അറിവ് കേടിൽ ജീവിക്കുന്നതിൻ്റെ പേരാണ് ഇരുട്ട് ജീവിക്കുക എന്ന് പറഞ്ഞത്. അപ്പം കർത്താവ് മനുഷ്യർക്ക് എല്ലാവർക്കും എറ്റേണലായിട്ടുള്ള അറ്റോൺമെൻറ്റ് വരുത്തി, എറ്റേണലായിട്ടുള്ള എംബ്രേസിങ് വരുത്തി, എറ്റേണലായിട്ടുള്ള റീകൺസിലേഷൻ വരുത്തി, അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. ഈ നിങ്ങൾക്കറിയാം, ലോകത്തിലെ മനുഷ്യരാശിയുടെ മുഴുവൻ പാപവും കർത്താവ് ക്ഷമിച്ചു.
എല്ലാം ക്ഷമിച്ചു. എവ്രിതിങ് ക്ഷമിച്ച് എന്നത് ഇവരിതുവരെ അറിഞ്ഞിട്ടില്ല. ആരും പോയി പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. ഇഗ്നോറൻസ്, ദാറ്റ്സ് ട്രൂ. അറിവുകേട്, ആ അറിവുകേടിനെയാണ് വിശുദ്ധ ബൈബിൾ ഡാർക്ക്നെസ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മളിപ്പം ഞാൻ അതുകൊണ്ട് പറഞ്ഞത്, ഈ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നൊരു വാക്കില്ലേ, അതിൻ്റെ അർത്ഥം എന്നറിയാം. സത്യം അറിയുകയും സത്യം നിങ്ങളെ അസത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന്. സത്യം നിങ്ങളെ അസത്യത്തിൽ നിന്നാണ് സ്വതന്ത്രമാക്കുന്നത്. സത്യം നിങ്ങൾക്ക് സ്വതന്ത്രം എവിടെ വരും? നമ്മൾ ലൈസിലാണ് ജീവിക്കുന്നത്. ഭൂമിയിൽ ആദ്യമായിട്ട് പിശാച് കൊണ്ടുവന്ന അല്ലെങ്കിൽ മതം കൊണ്ടുവന്ന ചിന്താഗതി എന്ന് പറയുന്നത് റിലീജിയനാണ് കേട്ടോ. ഞാനവിടെ സാത്താൻ എന്ന് പറയുന്ന ആളിനെ റിലീജിയനായിട്ടാണ് കാണുന്നത്. റിലീജിയൻ അല്ലാതെ ഏതോ പച്ചിലപ്പാമ്പായിട്ടല്ല ഞാൻ കാണുന്നത്. ഐ ജസ്റ്റ് അസ് എ ഞാൻ വിചാരിക്കുന്നു അതൊരു ഇല്ലുസ്ട്രേഷൻ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ പാമ്പെന്ന് പറയുന്നത് ഏതോ ഒരു പാമ്പ് എന്ന നിലയിൽ ഇറ്റ്സ് എ റിലീജിയനാണ്. അപ്പം ആ ടോക്ക് റിലീജിയൻ്റെ ടോക്കാണ്. അവിടെ അസത്യത്തിൻ്റെ പ്രചരണം. എല്ലാ മതങ്ങളും അസത്യം പറയുന്നവരാണ്. എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് അസത്യത്തിലാണ്. അതുകൊണ്ടാണ് ക്രൈസ്റ്റ് വന്ന് ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ട്രൂത്ത്. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇരുൾ. അപ്പം ചില ആൾ ഇരുളിൻ്റെ ശക്തികളെ ശാസിക്കുന്നു. ഒന്നും ശാസിക്കണ്ട, ഒന്നും ശാസിക്കണ്ട. നമ്മൾ കിടന്ന് ചാട്ടി പറിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ആ വ്യക്തിക്ക് അവയർനെസ് വരുത്തിയാൽ മതി. ഒന്ന്, അവൻ്റെ കണ്ണ് തുറക്കണം. രണ്ട്, അവൻ്റെ അറിവുകേടിന് പരിഹാരം വന്നാൽ അവൻ വെളിച്ചത്തിലായി. അപ്പം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളാണ് ലോകത്തിൻ്റെ അറിവ് കൊടുക്കേണ്ടവർ. ബിക്കോസ് ദ ഗോസ്പൽ എന്ന് പറയുന്നത്, ഗോസ്പൽ ഈസ് ദ മെസ്സേജ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗോസ്പൽ ഈസ് ദ മെസ്സേജ് ഓഫ് അവയർനെസ്സാണ്. അവയർനെസ്സാണ്. നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളോട് സ്നേഹിക്കാൻ എന്തിനാ പറഞ്ഞേ? മക്കളെ, സ്നേഹിച്ചാൽ നിങ്ങൾക്ക് അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആദ്യം പോയി നിങ്ങൾ മതം പറയരുത്. ഡു നോട്ട് ഗോ ആൻഡ് പ്രീച്ച് യുവർ റിലീജിയൻ ടു അതേഴ്സ്. ഗോ ആൻഡ് ലവ് ദം ഫസ്റ്റ്, വിൻ ദം, then convert them. ആദ്യം ആളിനെ വിൻ ചെയ്യണം. ആദ്യം ഞാനെപ്പോഴും ഞങ്ങളുടെ ചർച്ചിലെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, എൻ്റെ നമ്മുടെ ചർച്ചിലെ സഹോദരങ്ങൾ ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആളോട് ചോദിച്ചു നോക്കിയോ. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളൊരു ചർച്ചിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ ആദ്യം നിങ്ങൾ അവരെ കൊണ്ടുപോകേണ്ടത്, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെറുപ്പക്കാരനെ കണ്ട് അവനെ പിടിച്ച് പള്ളിക്കകത്ത് കൊണ്ടുവരരുത്. അവന് ഭയങ്കര ബോറായിരിക്കും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ റെവലേഷനും ആഴവും ഡീപ്പൊന്നും അവനറിയത്തില്ല. അവനെ കൊണ്ടുപോകേണ്ടത് തട്ടുകടയിലോട്ടാണ് കൊണ്ടുപോകേണ്ടത്. അവനെ കൊണ്ടുപോകേണ്ടത് പാർക്കിൽ കൊണ്ടുപോകണം. അവനെ കൊണ്ടുപോകേണ്ടത് ബീച്ചിൽ കൊണ്ടുപോകണം. പള്ളിയിൽ കൊണ്ടുവരരുത്. നിങ്ങൾ അവൻ്റെ സുഹൃത്തായി മാറണം. നിങ്ങൾ അവനെ വിൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അവനെ ചേഞ്ച് ആക്കാൻ പാടും. നമ്മൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹത്വം അതാണ്. നമ്മൾ ഈ മതപരിവർത്തനം എന്നുള്ള സംഭവം നിർത്തണം. മനുഷ്യനെ സ്നേഹിക്കുന്നതിലേക്ക് നമ്മൾ പോകണം. ഹല്ലേലൂയ. അപ്പം വിൻ യുവർ ബ്രദർ, വിൻ യുവർ നെയ്ബർ, ദെൻ ചേഞ്ച് ദം. നമ്മളിങ്ങനെ ആവേശം കയറും. ഇപ്പോൾ തന്നെ ആളുകൾ നരകത്തിലേക്ക് പോകുന്നു, ആളുകൾ നാശത്തിലേക്ക് പോകുന്നു, തീയിലേക്ക് പോകുന്നു. എനിക്കിപ്പം പോയാൽ എനിക്ക് രാത്രി ഉറക്കമില്ല, ആത്മാക്കളെ നേടിയില്ല, എനിക്കിപ്പം നീ നിൻ്റെ ആത്മാവിനെ ആദ്യം നേട്. നിൻ്റെ ആത്മാവിനെ ആദ്യം നേട്. നീ ആദ്യം അടുത്ത ആളിനെ പോയി ലവ് ചെയ്യാൻ പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക്നെസ്. ഞാൻ ഇതെല്ലാം ഓരോന്നും വിശദീകരിച്ചാൽ ഓരോ സെക്ഷൻ എടുക്കേണ്ടി വരും. നമ്മൾ ഉൽപ്പത്തിയിൽ എന്തുകൊണ്ട് ഡാർക്ക്നെസ് ജയിച്ചെന്ന് ചോദിച്ചാൽ, ഓൺലി ഇറ്റ്സ് സെപ്പറേറ്റഡ് ഫ്രം ലൈറ്റ്. ഇറ്റ്സ് ഓൺലി സെപ്പറേറ്റഡ് ഫ്രം ലൈറ്റ് ബിക്കോസ് ലൈറ്റിന് അവിടെ പ്രാധാന്യമുണ്ട്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ വരുന്നത് ലൈറ്റിന് പ്രാധാന്യം ഇല്ല. ലൈറ്റ് എന്നൊരു ഡാർക്ക്നെസ് എന്നൊരു വിഷയത്തെ അവിടെ കൗണ്ട് ചെയ്യുന്നതേ ഇല്ല. അവിടെ ഇരുളില്ലെന്ന്. എന്ന് പറഞ്ഞാൽ അജ്ഞത എന്നൊന്നില്ല. ഇതിന് മറ്റൊരു വാക്യം കൂടെ ബൈബിളുണ്ട്. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് ഭൂമി മുഴുവൻ നിറയും. കർത്താവിൻ്റെ വചനമാണ്, മാറാത്ത വചനമാണ്. സോ എങ്ങനെയാണോ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് ഭൂമി മുഴുവൻ നിറയുമ്പോൾ ഇരുളിന് പിന്നെ അവിടെ സ്ഥാനമുണ്ടോ? നമ്മളിവിടെ കാണുന്നില്ലേ, മനുഷ്യൻ അന്യദൈവങ്ങളെ ആരാധിക്കുന്നു, മന്ത്രവാദം ചെയ്യുന്നു, ക്ഷുദ്രം ചെയ്യുന്നു, മാജിക് ചെയ്യുന്നു. Why we are worrying about it? Because they are living in darkness. ഇഗ്നോറൻസിലാണ് ജീവിക്കുന്നത്. ഓൾ മാൻ. ഒരാൾ പോയി വിഗ്രഹത്തെ സേവിക്കുന്നു. Why?
ബിക്കോസ് ഹീ ഈസ് വർഷിപ്പിംഗ് ദ ഐഡൽ ബിക്കോസ് ഓഫ് ഹിസ് ഇഗ്നോറൻസ്. ഇഗ്നോറൻസ് ആണ്. അവനെ നിങ്ങൾ കുറ്റം പറയരുത്. ഞാനൊരു മന്ത്രവാദിയോ, ഞാനൊരു വിഗ്രഹാരാധിയോ, ഒരു ക്ഷുദ്രക്കാരനെയോ, ഞാനൊരു കൊലപാതകൻ, നോ സിന്നസിനെ ഞാൻ ഒരിക്കലും ബ്ലെയിം ചെയ്തില്ല. ബിക്കോസ് ദേ ആർ ലിവിങ് ഇൻ ഡിസെപ്ഷൻ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ലൈറ്റിനെ ഡിവൈഡഡ് ഫ്രം ഡാർക്ക്നെസ്, ലൈറ്റിനെയും ഡാർക്ക്നെസ്സിനെയും ഡിവൈഡ് ചെയ്തു. ഉൽപ്പത്തിയിലേക്ക് വരുമ്പോഴോ, വെളിപ്പാടിലേക്ക് വരുമ്പോഴോ, ദർ ഇസ് നോ ഡാർക്ക്നെസ് ദർ. അവിടെ എന്തില്ല? നൈറ്റ് ഇല്ല. അവിടെ നൈറ്റ് എന്ന് പറയുന്നത് ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറയാം. ഉൽപ്പത്തി നമ്മൾ കാണുന്നുണ്ട് ലാൻഡിനെയും സീയെയും തമ്മിൽ വേർതിരിക്കുന്നത്. നിങ്ങൾ ലാൻഡും സീയും നോക്കുമ്പോൾ ഇതൊരു ഒറിജിനലി അവിടെ ക്രിയേഷൻ ആണെങ്കിലും യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ ഭാഷയിൽ ലാൻഡ് എന്ന് പറയുമ്പോൾ ഈസ് ഓൾവേസ് ഫോക്കസിങ് ഓൺ ഇസ്രായേൽ. ഓൾവേസ് ഫോക്കസിങ് ഓൺ ഇസ്രായേൽ. സീ എന്ന് പറയുമ്പോൾ ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ജെൻറ്റൈൽസ്. മനസ്സിലാവുന്നുണ്ടോ? ബുക്ക് ഓഫ് റെവലേഷൻ വന്നപ്പോൾ ദർ ഇസ് നോ സീ മീൻസ് ദർ ഇസ് നോ ജെൻറ്റൈൽസ് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഇനി ഇവൻ യഹൂദനെന്നും ജാതി എന്നുള്ള വ്യത്യാസം ഇല്ല. ബിക്കോസ് ദ കിങ്ഡം ഓഫ് ഗോഡിനകത്ത് റിലീജിയൻ എന്ന് ബ്രേക്കായോ അന്ന് ഹ്യൂമാനിറ്റി യുണൈറ്റഡ് ആയി. മതമാണ് മനുഷ്യനെ വിഭജിക്കുന്ന ഘടകം. മതമാണ് മനുഷ്യനെ വിഭജിക്കുന്ന ഘടകം. എന്നാണോ മതം അവസാനിച്ചത് അന്ന് മതങ്ങൾ തമ്മിൽ, ജാതികൾ തമ്മിലുള്ള വ്യത്യാസം മാറി. ക്രൂശിൽ ദൈവം ആ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ പറഞ്ഞില്ലേ 7ാമത്തെ കാഹളത്തിൻ്റെ ആ സമാപ്തി സംഭവിക്കാൻ പോകുന്നത് ദൈവം തൻ്റെ വിശുദ്ധന്മാരോട് കൊടുത്ത മർമ്മം നിവൃത്തിയാകും. ആ മർമ്മം എന്താണെന്നറിയാമോ? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരും കൂട്ടവകാശികളും വാക്തത്വത്തിൻ്റെ പങ്കാളികളുമാകുക എന്ന മർമ്മം. എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ അവൻ്റെ ആലയവും അവൻ്റെ സിസ്റ്റവും ആ ഓൾഡ് കവനന്റിനെ ദൈവം തുടച്ച് മാറ്റി ദൂരെ എറിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, എടുത്ത് ദൂരെ എറിഞ്ഞ് കടലിൽ കളഞ്ഞത്. അന്നു മുതൽ സമുദ്രം എന്നൊന്നില്ല. കാരണം ഈ ലാൻഡ് എവിടെ പോയി വീണു? സമുദ്രത്തിൽ വീണു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഇന്ന് ജാതി എന്നൊരുന്ന് ഇല്ല. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. ചുമ്മാ ഇരുന്ന് പാടത്തേ ഉള്ളൂ, ചുമ്മാ പാടത്തേ ഉള്ളൂ. അത്യുന്നതനായ ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു ജാതിയുമില്ല. ഇന്ന് ഒരു ജാതിയുമില്ല. ദൈവത്തിൻ്റെ കണ്ണിൽ യഹൂദനെന്നും യവനനെന്നും ബർബറിനെന്നും ധനവാനെന്നും ദരിദ്രൻ ഇതൊന്നും ദൈവത്തിനില്ല. നത്തിങ്. എല്ലാം ഫിനിഷ് ചെയ്തു. നാടു ചുവർ ഇടിച്ച് ദൂരെ കളഞ്ഞു. പൂർവന്മാർക്ക് വെളിപ്പെട്ടിരുന്ന മർമ്മമാത്. അത് യെരുശലേമിൻ്റെ വിനാശത്തോടുകൂടെ ജാതികൾ എന്ന വേർതിരിത് അവസാനിച്ചു. പ്രിയരെ, അവസാനിച്ചു. ഇത് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം വരുത്തുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ട് ഇത് കുറിച്ചു വയ്ക്കുക. അതുകൊണ്ടാണ് നമ്മൾ അപ്പം ഇവർ പറഞ്ഞതെന്നറിയുമ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമി, സമുദ്രമില്ല. സമുദ്രം എന്ന് പറയുമ്പോൾ ഈ പസഫിക് സമുദ്രവും അന്റാർട്ടിക്കയും പിന്നെന്തുവാ എൻ്റെ സഹോദരങ്ങളാ, ഭൂമിയിൽ സമുദ്രമില്ലെങ്കിൽ ഇവിടെ മനുഷ്യജാതി ജീവിക്കുമോ? ഇവിടെ മഴയുണ്ടാവുമോ? സസ്യജാലങ്ങൾ ഇവിടെ പുലരുന്നതിന് കാരണം 2 വെള്ളമായതുകൊണ്ടാണ്. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ സമുദ്രമില്ലാന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? സംഭവം ഇതാണ്. ജാതിയില്ല. ജാതികൾ എന്നൊരു കോൺസെപ്റ്റ് വ്യത്യാസമില്ല. പൊതുവാന ഭൂമിയിൽ സമുദ്രമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഇന്ന് ഈ 2020 ദൈവത്തിൻ്റെ കണ്ണിൽ ഹിന്ദു എന്നും മുസൽമാൻ എന്നും ക്രിസ്ത്യാനി എന്നും മെന്തിക്കോസ് എന്നും കത്തോലിക്ക എന്നും ഓർത്തഡോക്സ് എന്നും ബ്രദർ എന്നും ലൂതർ മിഷൻ എന്നും മർത്തോമ എന്നും CSI എന്നും സാൽവേഷൻ ആർമി എന്നും ഒരു വ്യത്യാസവുമില്ല. എല്ലാവരുടെ അകത്തും മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഉണ്ട്. എല്ലാറ്റിനെയും ഒന്നാക്കുന്നവൻ ഇവരുടെ അകത്ത് വസിക്കുക. ഈ യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം. ഇതാണ് മനസ്സിലാക്കേണ്ട സത്യം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സുവിശേഷം എന്ന് പറഞ്ഞാൽ ഡു യു വാണ്ട് ജീസസ് എന്ന് പറയുന്നതല്ല. എത്ര പേർക്ക് യേശുവിനെ ആവശ്യമുണ്ട്? അതല്ല സുവിശേഷം. ഞാൻ സത്യം പറയാലോ, ഒരുപാട് പേര് തന്നെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്.
സത്യം കേട്ടോ, ഒരാൾക്ക് ഒരു ശുശ്രൂഷ അനുഗ്രഹമാകുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷം. കാരണം ഞാൻ ഈ റേഡിയോയിലിരുന്ന് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ പറയുമ്പോഴും പ്രയോജനമുള്ളവരത് അതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഭയങ്കര. അപ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, ബ്രദർ ഇപ്പം സുവിശേഷ വേല വളരെ എളുപ്പമായി. അവർ പറയുന്നത് ഇങ്ങനെയാണ്, കാരണം മുമ്പ് സുവിശേഷ വേല ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പോയി ആദാമിന് മുതൽ പഴം മുതൽ തുടങ്ങണമായിരുന്നു. ഇപ്പോൾ ഒന്നും വേണ്ട ബ്രദറെ, സിമ്പിളായിട്ടൊരു വീട്ടിൽ ചെന്നിട്ട് അവരോട് വർത്തമാനം പറയുക. നിങ്ങൾ അവരോട് പോയി വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാതെ അവിടെ ചെന്നിട്ട് ആദം പഴം നിന്ന കഥ പറയുക. അവരെടുത്ത് പറയാതെ ആദാമിൻ്റെ പഴത്തിൻ്റെ കാര്യം പറയാം. നിങ്ങൾ വീട്ടിൽ നിന്ന് വല്ല നല്ല രസകഥയിൽ പഴം അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയാലോ ഒക്കെ കാരനെടുക്കാൻ. അല്ലാതെ ആദാമിൻ്റെ പഴത്തിൻ്റെ കഥ പറയാതെ വല്ല വാഴപ്പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. അവരെന്നോട് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ സുവിശേഷം പറയാൻ പറ്റുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ആരടുത്ത് പോയിട്ട് ധൈര്യമായിട്ട് പറയാം, നിങ്ങൾ ഭയപ്പെടണ്ട, ധൈര്യമായിട്ടിരിക്കുക, സങ്കടപ്പെടണ്ട, പ്രതിസന്ധിയിൽ ധൈര്യപ്പെടാം. നിങ്ങളുടെ അകത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നു. ഇത് പറ, ഇത് പോയി പറ. ഡു യു വാണ്ട് ജീസസ് എന്ന് പറയുന്ന കച്ചവടം ഇനി നടക്കില്ല. നിങ്ങളുടെ സുവിശേഷത്തിൻ്റെ യൂണിവേഴ്സാലിറ്റി എന്ത് ചെയ്യും? നമ്മുടെ മെസ്സേജിൻ്റെ യൂണിവേഴ്സാലിറ്റി എന്ത് ചെയ്യും? ആഗോളകത എന്ത് ചെയ്യും? ദർ ഇസ് നോ യൂണിവേഴ്സാലിറ്റി. നമ്മൾ ഓരോരുത്തർ, ഡു യു വാണ്ട് ജീസസ്? ഹൗ മെനി ഓഫ് യു വാണ്ട് ജീസസ്? ക്യാൻ യു ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് അപ്പ്? കരങ്ങളൊന്നും ഉയർത്തിക്കുക. ഇപ്പോൾ യേശു വരാൻ പോകുന്നതിൻ്റെ ഹൃദയത്തിൽ. സ്റ്റുപ്പിഡ് റബ്ബിഷാണത്. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ദാറ്റ്സ് നോട്ട് ദ വാതിൽ എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ വാതിലല്ല, ചർച്ചിൻ്റെ വാതിൽ. അത് ലവോദിക്ക സഭയ്ക്ക് കൊടുത്ത ദൂത. സോ ഗോഡ്, ക്രൈസ്റ്റ് എല്ലാവരുടെ ഉള്ളിലിരിക്കുക. ഇതൊരു മഹത്വത്തിൻ്റെ ദൂതാണ്. ഇത് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഇത് എനിക്ക് തോന്നുന്നു 2000 years ആയിട്ടുള്ള ഇന്ത്യൻ ക്രിസ്ത്യാനിത്വത്തിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ ബന്ധനം അഴിച്ചിരിക്കുക ഈ മെസ്സേജ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കുക. 2000 വർഷമായിട്ട് ഇവിടുത്തെ മിഷണറിമാരും പാസ്റ്റർമാരും അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഇവിടുത്തെ ദൈവദാസന്മാരും ഒക്കെ കഷ്ടപ്പെടുന്നതിൻ്റെ, അവരുടെ കഷ്ടപ്പാടിന് അന്ത്യം കുറിച്ചിരിക്കുക. ഇതേ താക്കോലായത്. നിങ്ങൾക്ക് സന്തോഷമുണ്ട് എടുത്തോ. ഏത് മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറയാം, ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശ നിങ്ങളിൽ ഇരിക്കുന്നു സാർ. നരേന്ദ്രമോദി എന്ന് പറയാം, നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നാലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റും, സാർ ജീസസ് ലവ്സ് യു, ജീസസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ലീവ്സ് ഇൻ യു എന്ന് പറഞ്ഞിട്ട് പോ. ഡു യു വാണ്ട് ജീസസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നെഗ്ലക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഗോസ്പലിനകത്ത് നെഗ്ലക്ഷൻ ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. ഗോസ്പലിനകത്ത് ചോയ്സ് ഇല്ല. ഗോസ്പലിനകത്ത് രണ്ടേ കാര്യങ്ങൾ, ഒന്ന് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഒന്നുകിൽ അജ്ഞതയിൽ തുടരാം അല്ലെങ്കിൽ അറിവിൽ തുടരാം. അജ്ഞതയിൽ തുടരുക എന്ന് പറഞ്ഞാൽ അകത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കെ മന്ദബുദ്ധിയുടെ കൂട്ടി ജീവിക്കാം. അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു അകത്തുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജയത്തോടെ ജീവിക്കാം, പുത്രനെ പോലെ ജീവിക്കാം. അല്ലാതെ ഡു യു വാണ്ട് ജീസസ് എന്ന ഒബ്ജക്റ്റീവ് ചോദ്യം ഇല്ല, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇല്ല സുവിശേഷത്തിൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായ ട്രൂത്താണ് ഡാർക്ക്നെസ്സിനെ മാറ്റുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലന് ദൈവം മെസ്സേജ് കൊടുക്കുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്. പൗലോസിന് കൊടുക്കുന്ന വാചകം കൂടെ അത് വായിക്കാൻ ഞാനത് അപ്പോസ്തല പ്രവൃത്തിയിൽ ആ വാക്യോട് വായിച്ചാൽ ഇന്നത്തെ ക്ലാസ് നിർത്താം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ ദൈവം സുവിശേഷത്തിന് വിളിക്കുമ്പോൾ പറയുന്നൊരു വാചകം, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ 26:18 ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ അധികാരം. നമ്മൾ സാത്താൻ എന്ന് പറയുന്ന പുള്ളിയെ കുറച്ചൊന്ന് കൈകാര്യം ചെയ്യാൻ പോകുക കേട്ടോ. നമ്മൾ വെളിപ്പാട് പുസ്തകം എടുക്കുന്നുണ്ട്. സാത്താൻ നമ്മൾ അവസാനം ഉണ്ടാക്കും. കാരണം ഈ സാത്താൻ എന്ന് പറഞ്ഞൊരു സൂത്രമാണ് ഒരുപാട് ക്രിസ്തീയ ശുശ്രൂഷകന്മാരുടെ അത്താണി. മിക്കവാറും ഒക്കെയുള്ള പ്രവാചകന്മാരൊന്ന് ജീവിച്ചു പോകുന്നത് ഈ സാത്താൻ എന്ന് പറഞ്ഞൊരു സൂത്രം കാരണം. അവൻ്റെ ആണിക്കൽ, അവന് അവസാനത്തെ കല്ലൂടെ കയറ്റിയിട്ട് നമ്മൾ പോത്തും. സാത്താൻ എന്ന് പറഞ്ഞാൽ റിലീജിയൻ, അക്യൂസർ എന്നേ ഉള്ളൂ. അക്യൂസർ അല്ലാതെ വാഴയുടെ രാത്രിയാമങ്ങളിൽ വാഴയുടെ ചോട്ടിൽ വന്ന് വാഴക്കായി അനത്തുന്ന പോര്, ഇതൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാതെ ഫ്രോഡ് ഉപദേശിമാരും ഫ്രോഡ് മന്ത്രവാദികളും കൂടെ നമ്മുടെ ഇടയിൽ കൊണ്ടുവന്നേക്കുന്ന കള്ളത്തരങ്ങളാണ്. സാത്താൻ ഉണ്ടോയെന്ന് ഇപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഉടനെ ഞാൻ സാത്താൻ ഇല്ലെന്ന് പറഞ്ഞില്ല. സാത്താൻ എന്താണെന്നാണ് പറഞ്ഞത്. ഞാനിതിനകത്തൊരു ചിന്തയിലേക്ക് വന്നത്, ഒരു ചോദ്യം മാത്രം എന്നോട് ചോദിക്കാം.
ദൂതൻ, വെട്ടേറ്റ് വീണ ദൂതനാണ് സാത്താൻ എന്ന് ആളുകൾ പറയുന്നുണ്ട്. ഞാൻ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല, ആയിക്കോട്ടെ. പക്ഷേ ഈ ദൂതന് സർവ്വലോകത്തിലും വ്യാപരിക്കാൻ ശക്തിയുണ്ടോ? പുള്ളി സർവ്വവ്യാപിയാണോ? പോട്ടെ, ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്ത് ലൂസിഫറിന് എൻ്റെ പ്രസംഗം കേൾക്കാൻ പറ്റുമോ? അതിന് ആൻസർ ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറ. ഇപ്പം ഇത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇരുന്ന് കാണുന്നവരുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ലൂസിഫർ ഉണ്ടോ? അദ്ദേഹം ട്രിവാൻഡ്രത്തും ഉണ്ടോ? ഇപ്പം പല സ്ഥലങ്ങൾ എവിടെ നിന്നൊക്കെ, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ഉള്ളവരാ? നിങ്ങളുടെ സ്ഥലത്ത് ലൂസിഫർ ഉണ്ടോ? ശരി, ഉണ്ടെങ്കിൽ ഇയാൾ ആരാ? സർവ്വവ്യാപിയാണോ? ഒരേ സമയത്ത് നമ്മുടെ ഒരു ഫിലിമുണ്ട്, കുമ്പിടിയാണ് അവൻ, ഒരേ സമയത്ത് 2 സ്ഥലത്ത് കണ്ടിട്ടുണ്ടെന്ന്. സാത്താൻ എന്താ കുമ്പിടിയാണോ? അവൻ ട്രിവാൻഡ്രത്തിരിക്കുമ്പോൾ തന്നെ സൗദിയിലിരിക്കുമ്പോൾ തന്നെ അമേരിക്കയിലിരിക്കുക. ഒരേ സമയത്ത് ലൂസിഫർ എന്ന് പറഞ്ഞ ദൂതന് ഈ ഭൂമി മുഴുവൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാൻ പറ്റുമോ? ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ചോദ്യം, സാത്താൻ എന്ന് പറയുന്ന വെട്ടേറ്റ് വീണ ദൂതനാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ സംശയത്തിന് പരിഹാരം വരുത്ത്, അങ്ങേരാണെങ്കിൽ, ആ വെട്ടേറ്റ് വീണവനാണെങ്കിൽ, ആ വെട്ടേറ്റ് വീണവനെ ഒരു സമയത്ത് എത്ര സ്ഥലത്ത് നിൽക്കാൻ പറ്റും? അപ്പം അങ്ങേർക്ക് ദൂതനാണെങ്കിൽ, ഞാൻ പറയുന്നത് ഉലകത്തിൽ പേടിക്കാനില്ലാത്ത സൂത്രം ഇതാ. കാരണം 800 കോടി ജനമുണ്ട്. ഇങ്ങനെ എല്ലാ ആളുടെ അടുക്കലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് നിന്റെ ആയുസ് കഴിയും. അതാദ്യം മനസ്സിലാക്കുക. ഒരു പ്രാവശ്യം അങ്ങനെ സാധാരണ വന്നാൽ പോടാന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടാൽ മതി. പിന്നെ പുള്ളി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഊടാടി സഞ്ചരിക്കും. ഊടാടി സഞ്ചരിക്കുമെന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം തന്നെ എന്താ? അതാ നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ. ഈ ഊടാടി സഞ്ചരിക്കുന്ന ആരാണ്? ഈ പിശാച് അലർന്ന സിംഹം എന്നോണം ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് പറഞ്ഞ് ഊടാടി സഞ്ചരിക്കുന്നതെന്നാണ് ജോഷി ബ്രദർ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യം കൂടെ വായിച്ചാൽ ഈ ഊടാടി സഞ്ചരിക്കുന്ന ആരാന്ന് മനസ്സിലാവും. ശരി, അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, സർവ്വവ്യാപിയായ ഒരാളല്ല സാത്താൻ. വിൽസൺ ബ്രദറെ, സർവ്വവ്യാപി, ഐ ഡോണ്ട് നോ ഹിം, ഐ നോ ഓൺലി മൈ ലോർഡ്, ദാറ്റ്സ് ട്രൂ. അപ്പം സൈറ്റാൻ എന്ന് പറയുന്നത് മതമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, മതം. അപ്പം മതത്തിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാൻ, മതത്തിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിക്കണം. അപ്പം കാരണം ദൈവം ഒരു മതത്തിലും ഇല്ല. ദൈവം ഒരു മതത്തിലും ഇല്ല. ക്രിസ്തു മതത്തിലും ദൈവമില്ല, ഹിന്ദു മതത്തിലും ദൈവമില്ല, ഇസ്ലാം മതത്തിലും ദൈവമില്ല, സയന്റോളജിക്കൽ മതത്തിലും ദൈവമില്ല, കൺഫ്യൂഷ്യസ് മതത്തിലും ദൈവമില്ല. ഒരു മതത്തിലും ദൈവമില്ല. ദൈവം മതത്തിൻ്റെ പുറത്താണ്. മതങ്ങളിലുള്ള ദൈവങ്ങൾ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. You cannot see the true God in any religion, even in Christianity. You cannot see that Satan there. You cannot see God anywhere in any religion. Okay. ഇത്രയും പറഞ്ഞ് നിർത്തുക. ഞാൻ ഒരുപാട് പോയിന്റ്സ് ഇനിയുണ്ട്. നമുക്ക് നാളെയും കൂടെ ഇതിൻ്റെ തുടർച്ചയെടുക്കാം. വെളിപ്പാട് പുസ്തകവും ജെനിസിസും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. അപ്പം വെളിപ്പാടിൽ ഇരുട്ടില്ല. അപ്പം അതിനർത്ഥം എന്താ? പുത്തനർശനം വന്ന് കുഞ്ഞാട് അതിൻ്റെ വിളക്ക്. നിങ്ങൾ ഹാർട്ട് നോക്കി, ഡാഡിയുടെ ഹാർട്ട് നോക്കിയേ. ആ കർത്താവ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഇരിക്കുന്നവർക്കും ഞാൻ ലോകത്തിന് വെളിച്ചം വന്നു. ഞാൻ ലോകം വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളാണ് പിന്നെ ലോകത്തിന് വെളിച്ചം. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആദ്യം ക്രിസ്ത്യാനിക്ക് അറിവുണ്ടാകണം, വിവരം ഉണ്ടാകണം. ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞോണ്ട് ഈ 10ാം ക്ലാസ് തോറ്റവനെയും 8ാം ക്ലാസ്സിൽ കുസ്തിയും കൂടെ നടന്നവനെയും ഒന്നും സുവിശേഷ വേലയ്ക്ക് വിളിക്കരുത്. ഇനിയുള്ള കാലത്ത് വിളിക്കരുത്. പണ്ട് വന്നത് സഹിച്ചു. ഇനിയും ഈ വേലയ്ക്കും കൂലി ഇല്ലാത്തവനെ ഒന്നിനെ സുവിശേഷ വേലയ്ക്ക് വിളിക്കരുത്. 10ാം ക്ലാസ്സിൽ തോക്കുന്നവനാണെടാ പുസ്തകം എടുക്കുന്നടാ. നിനക്ക് ബയോളജി വായിച്ചാൽ മനസ്സിലാകാത്തവനാണ് ഇവിടെ വന്ന് FAC ലേഖനം വായിക്കുന്നത്. അവൻ്റെ അടുക്ക പോയി ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഇവൻ ഇതിനകത്ത് വന്ന് എന്നെ ചെറിയ പറയത്തേ ഉള്ളൂ. മാത്തമാറ്റിക്സിൻ്റെ കണക്ക് ഒരു ആൾജിബ്രയോ അല്ലെങ്കിൽ ഒരു ട്രിഗ്നോമെട്രിയോ മറ്റു കാര്യങ്ങളെ പഠിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളാണ് ഈ മാർമികമായ തിരുവചനത്തിൻ്റെ ഗ്രന്ഥം പഠിക്കാൻ വരുന്നത്. അവരാരെയും വിളിക്കരുത്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ വലിയ സഭകളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു അച്ഛന് ശുശ്രൂഷയിൽ വരണമെങ്കിൽ അദ്ദേഹം ഒരു 10 വർഷമെങ്കിലും സെമിനാരി പഠിക്കണം. 10 വർഷം. ഐ റെസ്പെക്ട് ദാറ്റ് ചേർച്ചസ്. സോ അറ്റ്ലീസ്റ്റ്
ഇപ്പം നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. എനിക്ക് ബൈബിൾ സെമിനാരി പഠിക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം എൻ്റെ അപ്പന് എൻ്റെ ഒരു ബൈബിൾ സെമിനാരി വിട്ട് പഠിപ്പിക്കാനുള്ള നിവൃത്തിയില്ലായിരുന്നു. അതാണ് എൻ്റെ കാരണം, അല്ലാതെ എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി കഴിവുണ്ടല്ലോ. പക്ഷെ ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരു ഓൺലൈൻ ബുക്ക് തന്നെ എനിക്കൊരു 2000 പുസ്തകമുണ്ട്. എൻ്റെ ലൈബ്രറിയിൽ ഒരു 10,000-3000 പുസ്തകമുണ്ട്. എല്ലാം കൂടെ ഒരു 10,000-5000 പുസ്തകങ്ങൾ എനിക്ക് ലൈബ്രറി ഉണ്ട്. കിട്ടാവുന്ന എല്ലാ സിസ്റ്റവും എല്ലാ സോഴ്സും ഞാൻ ഉപയോഗിക്കാറുണ്ട്. പഠിക്കാൻ കിട്ടുന്ന എല്ലാ, കാരണം എനിക്കൊരു ബൈബിൾ സെമിനാരി പഠിച്ച സാഹചര്യം, അതിൻ്റെ അർത്ഥം അതൊരു തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു. നന്നായിട്ട് പഠിക്കണം, അറിവ് വേണം. ക്രിസ്ത്യാനിക്ക് ലോകത്തിന് അറിവ് കൊടുക്കണം. നമ്മളിവിടുത്തെ സെക്കുലർ വേൾഡിൻ്റെ അറിവ് സഭ മുഖാന്തരമാണ് അറിവായി വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ ബഹുവിധ ജ്ഞാനം അവിടുത്തെ സഭ മുഖാന്തരം അറിവായി വരുന്നെന്നാണ്. അപ്പം സഭ ഇവിടുത്തെ വേൾഡിന് അറിവ് കൊടുക്കേണ്ട കൂട്ടമാണ്. ഏറ്റവും കൂടുതൽ നോളജബിൾ ആയിരിക്കണം ചർച്ചിന് ഫിസിക്സിനെ കുറിച്ച് ബോധം വേണം, കെമിസ്ട്രിയെ കുറിച്ച് ബോധം വേണം, സൈക്കോളജിയെ കുറിച്ച് ബോധം വേണം, മാനേജ്മെൻറ്റിനെ കുറിച്ച് ബോധം വേണം, ഫിനാൻസിനെ കുറിച്ച് ബോധം വേണം, എക്കണോമിയെ കുറിച്ച് ബോധം വേണം, അസ്ട്രോളജിയെ കുറിച്ച് ബോധം വേണം. എന്തോ വേണ്ട, ഇനിയും നമ്മുടെ യൂണിവേഴ്സാലിറ്റി എന്തിനെക്കുറിച്ച് ചോദിച്ചാലും ചർച്ചിന് അതിനകത്ത് ആൻസർ വേണം. ചർച്ച് അറിവിൻ്റെ കേന്ദ്രമായിരിക്കണം. ഇരുളില്ലാത്ത സ്ഥലമായിരിക്കണം സഭ. ഏറ്റവും നല്ല പ്രൊമോഷൻസ് എവിടെ നിന്നാണ്? ചർച്ചിൻ്റെ ആളിൽ നിന്നാണ് പ്രൊമോട്ടേഴ്സ് എഴുന്നേറ്റ് വരേണ്ടത്. കോച്ചുകൾ ചർച്ചിനകത്തുനിന്നാണ് കോച്ച് എഴുന്നേറ്റ് വരേണ്ടത്. നമ്മുടെ സഭയിലെ ഓരോ കർത്തദാസന്മാരും വെളിച്ചമായി മാറണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ കണ്ണേ ഇരുട്ടുള്ളതാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലുതായിരിക്കും. ഇപ്പം ഈ വെളിച്ചമായിരിക്കേണ്ടവനെ ഇരുട്ടിലാണ് കിടക്കുന്നെങ്കിൽ അവൻ്റെ ഇരുട്ട് എത്ര വലിയതാണെന്നാ. അതുകൊണ്ട് എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, നിങ്ങളുടെ സകല ധനം കൊണ്ടും ജ്ഞാനം സമ്പാദിച്ചു കൊള്ളുക. നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം, നിങ്ങൾ ബൈബിളിൻ്റെ ഹിസ്റ്ററി പഠിക്കണം, ചരിത്ര ഹിസ്റ്ററി പഠിക്കണം, നിങ്ങൾ മാനേജ്മെൻറ്റ് പഠിക്കണം, ക്യാരക്ടർ ഫോർമേഷൻസ് പഠിക്കണം, ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി പഠിക്കണം, ജ്ഞാനത്തിൻ്റെ ഫാമിലി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്നെ വിളിച്ച് എന്നോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ബൈബിളിലെ വാക്യത്തിൽ നമ്മൾ സാധാരണ പറഞ്ഞാൽ ലെറ്റ് us pray എന്ന് പറയും അല്ലേ. ഒരു കുടുംബ പ്രശ്നത്തിൽ ഒരു പാസ്റ്റർ വിളിച്ചാൽ എന്താ പറയും? ആദ്യം പറയും നമുക്ക് പ്രാർത്ഥിക്കാം. ചിന്നക്കുട്ടി വന്നാട്ടെ, തോമാച്ചൻ വന്നാട്ടെ, അടുത്തടുത്ത് നിരുന്നാട്ടെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കുടുംബ പ്രശ്നം മാറാൻ പ്രാർത്ഥനയാണോ മറുപടി? ആണോ? പ്രാർത്ഥിക്കേണ്ടെന്നല്ല, പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുടേതായ അർത്ഥമുണ്ട്. അത് ഗ്ലോറിയസ് ആണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. കിങ്ഡം ഓഫ് ഗോഡിനകത്ത് പ്രയറിൻ്റെ പവർ എന്താണ്. പക്ഷെ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ പ്രാർത്ഥിക്കുക എന്ന ആയുധമല്ല എടുക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിച്ചാണ് ആ കുടുംബം ഇങ്ങനെ ആയെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ദാസനായ ശലോമോൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നൊരു വാചകമുണ്ട് സദൃശ്യവാക്യത്തിൽ. ഞാൻ പറഞ്ഞെങ്ങനെയാണ്? സ്നേഹത്താൽ വീട് പണിയുന്നു എന്നല്ല, ജ്ഞാനത്താൽ ഭവനം പണിയുന്നു എന്നാണ്. തകർന്നു പോയിക്കിരിക്കുന്ന ഒരു കുടുംബം നന്നാക്കുന്നത് രണ്ടുപേരെ അടുപ്പിച്ചിരുന്ന് കൈയോടെ കൈ കോർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴല്ല. അവിടെ അത് പൊളിയാൻ കാരണം അറിവുകേട് കൊണ്ടാണ് അത് പൊളിഞ്ഞു പോയത്. ഒരു കുടുംബം തകരുന്നത് അറിവുകേട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ കോടതിക്കോ ഇവിടുത്തെ കുടുംബ കോടതിക്കോ ഇവിടുത്തെ സമൂഹത്തിനോ കുടുംബത്തെ വേർതിരിക്കാൻ അധികാരമില്ല. എന്തുകൊണ്ട് ഇന്ന് കുടുംബങ്ങൾ തകരുന്നു? എന്തുകൊണ്ട് കുടുംബങ്ങൾ തകരുന്നു? കുടുംബങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല. കോടതിയുടെ മുമ്പിലുള്ള ഏക സൊല്യൂഷൻ ഡിവോഴ്സാണ്. പക്ഷെ നിങ്ങൾ ആദിമ സഭ എടുത്തു നോക്ക്. നിങ്ങൾക്കറിയുമോ സഭ ലോകത്തിൻ്റെ മുമ്പിൽ മഹിമയോടെ നിന്നത് എന്തിൻ്റെ കാരണം കൊണ്ടെന്നറിയാമോ? സഭയ്ക്കകത്തെ കുടുംബങ്ങൾ തകരാതിരുന്നു. ഇന്ന് കേരളത്തിലെ പെന്തിക്കോസ്ത് കൂട്ടത്തിൻ്റെ ഇടയിൽ കുടുംബ കോടതിയിലേക്ക് എത്തിയത് ആയിരക്കണക്കിന് കേസുകളാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയം കൊരിന്ത്യരോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു വ്യവഹാരമുണ്ടായാൽ നിങ്ങൾ ഇതിനു വേണ്ടി എവിടെ പോവുക? ന്യായാധിപൻ്റെ അടുക്ക പോവുക. ദൂതന്മാരെ ന്യായം വിധിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലെ വ്യവഹാരത്തെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജ്ഞാനി ഇല്ലയോ എന്നാ ചർച്ചിൽ. അപ്പം നമ്മുടെ ചർച്ചിലുള്ള സകല കുടുംബ പ്രശ്നങ്ങൾ, ഡിവോഴ്സുകൾ, ഇതിൻ്റെ എല്ലാ റീസൺ ജ്ഞാനമില്ലാത്തവരാണ് ഇപ്പോൾ ശുശ്രൂഷയ്ക്കായിരിക്കുന്നത്. നമ്മൾ ഒരു തകർന്ന കുടുംബത്തിൽ ഒരു സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് വൈഫിനകത്ത് നീ പ്രാർത്ഥിച്ചിട്ടല്ല അവരെ നേടേണ്ടത്. അവർക്ക് ജ്ഞാനമാണ് നീ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. വിസ്ഡത്താലാണ് കുടുംബം പണിയുന്നത്. വിസ്ഡമാണ് അവിടെ ആവശ്യം. അടുത്തായിട്ട് വായിച്ച ജ്ഞാനം കൊണ്ട് ആ വീട് നിറയുന്നു, സമ്പത്ത് കൊണ്ട് നിറയുന്നു.
പരിജ്ഞാനം. കുടുംബങ്ങൾ തകരാതിരിക്കണമെങ്കിൽ പ്രാർത്ഥന കൂട്ടിയാൽ പോരാ, ബൈബിൾ ധ്യാനം കൂട്ടിയാൽ പോരാ. കുടുംബം തകരാതിരിക്കണമെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും ജ്ഞാനമുണ്ടാകണം. ഈ ജ്ഞാനം പകരാൻ ആളില്ലാത്തതുകൊണ്ടാണ് കോടതി പോയി കോടതിയിലിരിക്കുന്നവനും ജ്ഞാനമില്ല, പോകുന്നവനും ജ്ഞാനമില്ല, പറഞ്ഞു വിടുന്നവനും ജ്ഞാനമില്ല. സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല പ്രശ്നം. എന്തുകൊണ്ടാണ് സോൾവ് ചെയ്യാൻ പറ്റാത്തത്? ഒരു കൃത്യമായൊരു വിസ്ഡം പറഞ്ഞു കൊടുക്കാൻ അവിടെ ആളില്ലെന്നേ. ഇത് ചർച്ചിലാ. ദൈവത്തിന്റെ മാനിഫോൾഡ് വിസ്ഡം സഭ മുഖാന്തരം അറിവായി വരുന്നു എന്നാണ്. പരിജ്ഞാനമില്ലാത്ത ജനം നശിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പുത്തൻ യെരൂശലേമിൽ ലൈറ്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് ദൈവത്തോട് പറ, കർത്താവേ ജ്ഞാനം എനിക്ക് വേണം. ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടൊരു റെവലേഷൻ കൊടുത്തിട്ടുണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ ഭയം എന്നൊക്കെ. അതിനർത്ഥം അങ്ങനെയല്ല. ദ ഫ്ലോ ഓഫ് ദ ലോഡ്. ഫിയർ എന്ന വാക്കിനടുത്തിരിക്കുന്ന ഹീബ്രു പദം യാരാ. എന്ന് പറഞ്ഞ ഫ്ലോ, ദൈവത്തിൽ നിന്നുള്ള ഒഴുക്ക്. അതായത് ദൈവത്തിൽ നിന്നുള്ള ഒഴുക്ക് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അതാണ് ദൈവത്തെ ഭയമെന്നല്ല. ഫിയർ എന്ന വേർഡിൻ്റെ ഹീബ്രു പദം യാര എന്ന വാക്കിനർത്ഥം ഫ്ലോ, അകത്തുനിന്ന് വരുന്ന ഒഴുക്ക്. ആ ധാര ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരുവൻ വിശുദ്ധനായി നിൽക്കുന്നത്, ഒരുത്തൻ ദൈവകൃപയിൽ നിൽക്കുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് വിസ്ഡം. ജ്ഞാനമാണ് സഭയ്ക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ, സഭ ഇവിടെ പ്രോമിനൻ്റ് ആകും, സഭ ഇവിടെ വളരും, സഭ ഇതിൻ്റെ കൺട്രോളിലെത്തും. ലോകത്തിൽ സോൾവ് ആകാത്ത മുഴുവൻ പ്രശ്നങ്ങൾക്കും സഭ സൊല്യൂഷൻ കൊണ്ടുവരും. എയ്ഡ്സിന് മരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, സഭ മരുന്ന് കൊണ്ടുവരണം. സഭ അതിനങ്ങനെ സഭയിലുള്ളതിനെ ഡോക്ടറിന് പകരം നേരെ പാസ്റ്ററാക്കുമല്ലേ. നമ്മുടെ ചേർച്ചിനകത്ത് നല്ല അതില്ലേ. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ഇന്ന് കണ്ട ഏറ്റവും 90% ഓഫ് സയൻറ്റിഫിക് ഇൻവെൻഷൻ വന്നത് ജൂയിലൂടെയാണ്. ദൈവത്തെ അറിഞ്ഞ ജനമാണ്. ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹോളോകോസ്റ്റ്, അതായത് ജർമ്മനിയിൽ ഹിറ്റ്ലറും മുസോളനിയും ഒക്കെ യഹൂദന്മാരെ കൊല്ലാതിരുന്നെങ്കിൽ എയ്ഡ്സിനും ഒക്കെയുള്ള മരുന്ന് എന്നേ കണ്ടുപിടിച്ചേനെ. അവർക്ക് ജ്ഞാനമുള്ള തലമുറ. കാരണം അവർ യഹോവയെ സേവിച്ച് അവർ ഡിസിപ്ലിൻഡ് പീപ്പിളാണ്. ജൂവിന് ഡിസിപ്ലിൻഡ് പീപ്പിളാണ്. ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് കൊറോണ വന്ന എന്തുകൊണ്ടാണ്? ഇവിടെ ആളുകളെല്ലാം പറഞ്ഞ അന്തരീക്ഷത്തിലുണ്ടായ കൊറോണ വന്ന ഒറ്റ റീസൺ പറയാം. ദൈവത്തിൻ്റെ നിയമത്തെ മനുഷ്യൻ തെറ്റിച്ചോണ്ട്. നിയമത്തെ മനുഷ്യൻ തെറ്റിച്ചതിൻ്റെ റിസൾട്ടാണ് കൊറോണ. എന്താണെന്നറിയാമോ? നമ്മൾ ഈ ലേവ്യ പുസ്തകത്തിൽ ദൈവം ഇസ്രായേലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നിന്ന ആഹാരമേ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പം പന്നിയൊക്കെ തിന്നുന്ന അച്ചാച്ചന്മാരെല്ലാം കൂടെ എന്നെ തെറി വിളിക്കരുത്. കാട്ടിലെ മൃഗത്തെയും ആനയെയും എറുമ്പിനെയും ഉടുമ്പിനെയും പല്ലിയെയും പാറ്റയെയും കണ്ണി കണ്ട സകല ക്ഷുദ്രജീവികളെയും കാട്ടിപ്പോയി പിടിച്ച് തിന്നിട്ട് അതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരുന്ന അണുവിനെ കൊണ്ടുവന്ന് മനുഷ്യർക്ക് കൊടുത്ത ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ചത് കൊണ്ടാണ് ഇന്ന് കൊറോണ വന്നത്. അപ്പോൾ ഒരു ചൈനക്കാരൻ കാണിച്ച വൃത്തികേട് കൊണ്ട് ബാക്കി മറ്റ് നിയമങ്ങളും ദൈവത്തെ അനുസരിക്കാത്തവനെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിക്കൊടുത്തു. കൊറോണ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഇത് ദൈവത്തിൻ്റെ കോപമൊന്നുമല്ല, ഇത് വിവരം കെട്ടതിൻ്റെ മനുഷ്യന്മാരുടെ കോപം. നമ്മൾ പറയത്തില്ല എന്തുകൊണ്ട് ദൈവം. ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഞാൻ കോഷർ ഫുഡിൽ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ യഹൂദനൊന്നുമല്ല. പക്ഷേ ഇതിനെ സൃഷ്ടിച്ച തമ്പുരാൻ ആ ജനത്തോട് നിങ്ങളിത് കഴിക്കരുതെന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചവൻ അറിയാൻ കഴിച്ചാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ നമ്മൾ ചോദിക്കും, പുതിയ നിയമത്തിൽ വാക്യമില്ലേ, അറുത്ത് ഭക്ഷിച്ചോളാൻ പറഞ്ഞില്ലേ? നിങ്ങൾ എന്താണെങ്കിലും തിന്നോ. ദൈവം അത് നിയമത്തിന്, അതായത് നിയമപ്രകാരം അത് തടസ്സമല്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഉപയോഗമല്ലെന്നുള്ള കാര്യം മറക്കരുത്. ഇപ്പം നമ്മൾ പറയത്തില്ലേ ചെതുമ്പലില്ലാത്ത, ചെതുമ്പൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെതുമ്പലല്ല കേട്ടോ, ഈ മീൻ്റെയൊക്കെ മുകളിൽ മുള്ളില്ലാത്ത മീനെ കഴിക്കരുതെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ്. അതായത് നമ്മുടെ കടലിൽ ഒരുപാട് ലവണങ്ങളുണ്ട്, ഒരുപാട് മെറ്റൽസ് ഉണ്ട് ആ വെള്ളത്തിൽ. ആ മെറ്റൽസ് ഇത് ശ്വസിക്കുമ്പോൾ ഈ വെള്ളം അകത്തോട്ട് പോകുമ്പോൾ ആ മെറ്റൽസും കൂടെ ഇതിനകത്ത് പോകും. ഈ മാരകമായ പോയിസണസ് ആയിട്ടുള്ള ഈ മെറ്റൽസ് എല്ലാം ഈ മത്സ്യം സ്റ്റോർ ചെയ്യുന്നത് ഈ ഫിൻസിലാണ്, ഇതിൻ്റെ ഈ ചെകിളകളിലാണ്. ചെകിളയല്ല, ഈ കട്ടികൾ. അത് കട്ടിയാണ്, ഭയങ്കര കട്ടിയാണ്, മാംസത്തെക്കാളും എല്ലിനേക്കാൾ കട്ടി കൂടുതൽ. ഈ മെറ്റാലിക് സാധനങ്ങളെല്ലാം ഈ മത്സ്യം അതിൻ്റെ ചെതുമ്പലിലാണ്, അതിൻ്റെ ഫിൻസിലാണ് എന്ത് ചെയ്തേക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ സൂത്രം ഇല്ലാത്ത മത്സ്യം കഴിക്കുമ്പോൾ, ഈ കണവ കഴിച്ചാൽ, കണവയ്ക്കകത്ത് മൊത്തം വിഷമാണ്. എന്താ വിഷം എന്ന് ചോദിച്ചാൽ, ഈ കടലിനകത്തുള്ള സകല മിനറൽസും സകല മെറ്റാലിക് കണ്ടൻസും
ഇതിൻ്റെ മാംസത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ മാംസത്തെ സ്റ്റോർ ചെയ്യുന്ന ആൾ ഇത് കഴിക്കുമ്പോൾ അവൻ നിശ്ചയമായിട്ടും കാൽഷ്യം കൂടുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പല പ്രശ്നങ്ങളുണ്ടാവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് കോഷർ ഫുഡിലേക്കും, ഞാൻ യഹൂദനൊന്നും അല്ല കേട്ടോ, പക്ഷേ അത്യുന്നതനായ ദൈവം ആ മനുഷ്യന്മാർക്ക് കൊടുത്തേക്കുന്ന ആ നിയമത്തിനകത്തൊരു അർത്ഥമുണ്ടെന്നേ ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം അതിനിപ്പം നീ പന്നിയെ തിന്നാ ദൈവം നിന്നെ തല്ലത്തൊന്നുമില്ല. നീ ഒത്തിരി പന്നി തിന്നാൽ ദൈവം പറയും എൻ്റെ പൊന്നവും വേഗം ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്, നല്ലപോലെ അവൻ പന്നിയെ വെട്ടി തിന്നുന്നുണ്ട്, അവനെ അടിക്കണമെന്നല്ല, അവനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കോന്നേ പറയത്തുള്ളൂ. മുടിയൻപുത്രൻ വീട്ടിൽ വരുന്നത് പോലെ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോകും. കാരണം പന്നിയുടെ അകത്തുള്ള കൊളസ്ട്രോള് നമ്മുടെ ഹാർട്ടിനെ നശിപ്പിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ കൊറോണ വന്നതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ആൻസറേ ഉള്ളൂ. ബോധം കെട്ട ഇരുട്ടിക്കിടക്കുന്ന ഈ മനുഷ്യന്മാർ കാണിച്ച നിയമലംഘനത്തിൻ്റെ റിസൾട്ടായത്. ഇത് റിസൾട്ടാണ്. കാട്ടുമൃഗത്തെ പിടിച്ച് തിന്നാൻ നിന്നോടായിരുന്നു. നിനക്ക് നാട്ടിൽ ഫുഡില്ലേ? നിനക്ക് എലിയെ തന്നെ തിന്നണം, നിനക്ക് കുരങ്ങനെയോ മൊവ്വാലിനെയും പിടിച്ച് തിന്നണം. അത് പറയാം ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, ടേസ്റ്റ് ആണെങ്കിൽ അതാണോ തിന്നണം? നിനക്ക് വേറെ ഒന്നും തിന്നാനില്ലേ? എത്രയോ മനുഷ്യൻ പുരോഗമിച്ചിട്ട് ഇവൻ വീണ്ടും കാട്ടി പോകുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞത് വൈ കൊറോണ? ഒറ്റ ആൻസറേ ഉള്ളൂ, ബിക്കോസ് ഓഫ് ദ ലോ ബ്രേക്കിംഗ്. ബിക്കോസ് ഓഫ് ദ ലോ ബ്രേക്കിംഗ്. അത്യുന്നതനും സർവശക്തനും സകല ലോകത്തിൻ്റെയും സൃഷ്ടിതാവായ തമ്പുരാൻ മനുഷ്യർക്ക് വെച്ചിരുന്ന അതിർ ലംഘിച്ചതിൻ്റെ റിസൾട്ടാണ് കൊറോണ. കാട്ടിൽ നിന്ന് ഒരു കൊറോണ എത്രയും ഇപ്പം പുതിയതായിട്ട് ഈ കൊറോണ എന്ന് പറയുന്ന സാധനം പുതിയതായിട്ട് ഉണ്ടായി വന്നതൊന്നുമല്ല. ഉണ്ടാകട്ടെന്ന് ദൈവം ആ പ്രപഞ്ച സൃഷ്ടിയിൽ തന്നെ ഉണ്ടായ സൂത്രമായത്. ഇത് അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവിടെ ഇടയിലുണ്ടായിരുന്നു, അത് മൃഗങ്ങളിലുണ്ട്, അത് അവർ കുഴപ്പമില്ലാതെ അവിടെയൊക്കെ ജീവിക്കുക. നീ അത് പോയി അതിനെ പിടിച്ചിരുന്നു, അതിൻ്റെ എല്ലാം കൂടെ നിൻ്റെ അകത്ത് വന്നു, അതുകൊണ്ട് കേരളത്തിൽ കുറേ ചാടി വന്നു, എല്ലാത്തിനും ഇത് വന്നു. എന്തുകൊണ്ടാണ് വന്നേ? കാട്ടി കിടക്കുന്നതിന് ഇവിടെ കൊണ്ടുവന്നത് ഈ മനുഷ്യന്മാരുടെ കാട്ടി പോയതുകൊണ്ടാണ്. ഇത് ബയോവെപ്പൺ എന്നൊക്കെയാണ് ചുമ്മാ പറഞ്ഞത്. കൊറോണ എന്ന് പറയുന്നത് ഒരു വൈറസിൻ്റെ ഫാമിലിയാണ്. അതിന് ബയോവെപ്പൺ എന്നൊക്കെ ആളുകൾ പറയുകയാണ്. ഈ ബയോവെപ്പൺ ഉപയോഗിക്കുമ്പോൾ പിന്നെ സ്വന്തം നാട്ടിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇത് പറഞ്ഞില്ല, കൊറോണ എന്ന് പറയുന്നത് ഒരു അണു മാത്രമല്ല. അതിനകത്ത് കൊറോണ എന്ന ഫാമിലിക്കകത്ത് 7 or 8 ടൈപ്പ് ഓഫ് വൈറസസ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ജോലി അതൊന്നും അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. 8 വൈറസുകളുണ്ട്. അതിനകത്തൊരു വൈറസായത്. ഇത് മനുഷ്യരിലേക്ക് വന്നപ്പോൾ അതിന് ജനിതക മാറ്റം സംഭവിച്ചു. കാരണം അറ്റ്മോസ്ഫിയർ മാറി. കുരങ്ങൻ്റെ അകത്തിരിക്കേണ്ട ഈ വൈറസ് മനുഷ്യൻ്റെ അകത്ത് വന്നപ്പോൾ രണ്ടിൻ്റെയും ജനിതകത്തിന് മാറ്റം ഉണ്ടാകുക. ഇറ്റ്സ് ഹാപ്പൻഡ്. ഇത് ഹാപ്പനാണ്. ഇതൊരു ജീവിയാണ്, ഇതൊരു ജീവനാണ്. ഇത് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായത്, അല്ലാതെ പുതുതായിട്ടുണ്ടായി വന്നതല്ല. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞു കേട്ടു ഇത് അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടായി വരുവാണ്. അയാളെ ഡോക്ടർ എന്നെങ്ങനെ വിളിക്കുന്നത് എനിക്കറിയാം. ഇത് തന്നെ ഉണ്ടായി വരുന്നതല്ല. ഇത് ഞാൻ പറഞ്ഞത് ലോ ബ്രേക്കിംഗ് ആണ്. ഇഗ്നോറൻസിൽ നിന്ന് ജനം സ്വതന്ത്രമാകും. ഇഗ്നോറൻസിന് സ്വന്തം. അപ്പം ഞാൻ പറഞ്ഞത് തിരുവെഴുത്തുകൾ വലിയ പ്രാധാന്യത്തോടെയാണ് ജീവിക്കുന്നത്. വലിയ പ്രാധാന്യമുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം എന്തോ പറഞ്ഞതിന് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. നിങ്ങൾക്ക് ലോ ഇസ് സോ പവർഫുൾ. അത് നമ്മൾ ബന്ധനത്തിൽ കിടന്ന അടിമയെ പോലെ അല്ല അനുസരിക്കണ്ടേ, അതിൻ്റെ അഡ്വാൻസ് കാണണം. അഡ്വാൻസിങ്. വൈ? എന്തുകൊണ്ട് വിഗ്രഹത്തെ ആരാധിച്ചുകൂടാ? നിയമമല്ല, അതിനകത്തൊരു ജനിതകമായ ഒരു എന്താ പറയുന്നത്, അതിനകത്തൊരു ഓർഗാനിക് റിസൾട്ടുണ്ട്. ഹ്യൂമാനിറ്റിക്ക് ഒരു ഡെവലപ്മെൻറ്റ് വരുത്താൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് ഗോഡ് സെഡ്, ഡു നോട്ട് ഡു ദാറ്റ്. നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പഠനത്തിൽ മുമ്പോട്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ കഴിയുന്നിടത്തോളം കോഷർ ഫുഡിനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ യഹൂദനല്ല, അതൊന്നും എനിക്ക് എന്താ പറയുന്നത് നിക്ഷിദ്ധമല്ല, ഒന്നുമല്ല. ഞാനത് കഴിച്ചാൽ എനിക്ക് പാവമല്ല. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് ദൈവം ഇത് മനുഷ്യൻ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗോഡ്സ് നോളജാണ്. അത്യുന്നതനായ ദൈവത്തിനറിയാം ഇത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരുത്തും. സോ ലെറ്റ് us ഫോളോ ദ ലോ. അത് ഭയത്തിലല്ല, ഇറ്റ്സ് ഫോർ യുവർ ബെനിഫിറ്റ്. നിങ്ങളുടെ നന്മയ്ക്ക് അത്രയെന്ന് വേദോസം പറയുന്നുണ്ട്. നമ്മുടെ നന്മയ്ക്കായി നമുക്ക് ഫോളോ ചെയ്യാം. ജെനസിസിൽ ആരംഭിച്ചത് വെളിപ്പാടിൽ പൂർത്തീകരിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം തുടങ്ങിയതിനെ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നവനല്ല. ഹി വിൽ പെർഫെക്റ്റ് എവറിത്തിങ്. നമ്മിൽ നല്ല കാര്യം ആരംഭിച്ചവൻ അതിനെ നിവർത്തിക്കുന്ന ദൈവമാണ്. സകലത്തെയും ചെയ്തു തീർക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ജയത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുകയാണ്. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. അടുത്ത 1-2 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ വിഷയം കൂടെ പഠിക്കാം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 11ാമത്തെ പഠനത്തിലേക്ക് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. പലരും നമ്മുടെ ലെറ്റ്സ് റീഡിഫൈൻ എന്ന് പറയുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ വലിയ ട്രിനിറ്റേറിയൻ റെവലേഷൻസ്
ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ബൈബിൾ സ്റ്റഡിയുടെ ഗ്രൂപ്പാണ്. ഇതൊരു തർക്കത്തിൻ്റെയും വാദത്തിൻ്റെയും ഗ്രൂപ്പല്ല. ഞാനും ഒരുപാട് ഗ്രൂപ്പുകളിൽ ഞാൻ പോകാറില്ല, കാരണം വലിയ തർക്കങ്ങളുള്ളതുകൊണ്ട്. ഇഫ് യു ആർ ഹാപ്പി, നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ യു ക്യാൻ ജോയിൻ ടു ദർ ഗ്രൂപ്പ്. നിങ്ങളുടെ നമ്പർ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഐ വിൽ സെൻഡ് യു ഞാൻ ഈ കമൻറ്റ് ബോക്സിനകത്ത് ഗ്രൂപ്പിൻ്റെ ഇതിൻ്റെ താഴെ തന്നെ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭരാത്രി ഞാൻ നേരുന്നു. നമ്മുടെ ദൈവം പരാജയത്തിൻ്റെ ദൈവമല്ല, ജയത്തിൻ്റെ ദൈവമാണ്. നമുക്ക് ജ്ഞാനം സമ്പാദിക്കാം, അറിവ് സമ്പാദിക്കാം, കർത്താവിൻ്റെ മഹിമയ്ക്ക് വേണ്ടി നിൽക്കാം. എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ICF-ലുള്ള സഹോദരന്മാർക്ക് വന്ദനം. മറ്റ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ കേൾക്കുന്ന സഹോദരങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വന്ദനം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുകയും സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യട്ടെ. മഹിമയിൽ ദൈവം നിങ്ങളെ നിർത്തട്ടെ. നമുക്ക് ദിവസവും ദൈവകൃപയിൽ വളരാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് അടുത്ത സെക്ഷനിൽ പുതിയ ചില വെളിപ്പാടുമായിട്ട് കാണും വരെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ.